السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സൂറത്ത് യാസീനിൽ നിന്ന് 68 ആയത്തുകളാണ് കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സുകളിലൂടെ വിശദീകരിക്കപ്പെട്ടത്. 69ാമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് വിശദീകരിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യവും വ്യക്തവുമായി പറയുന്ന ഒരു കാര്യമാണ് വമാ അല്ലംനാഹു ശിഅറ. വമാ അല്ലംനാഹു, അദ്ദേഹത്തിന് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നാം പഠിപ്പിച്ചിട്ടില്ല. അല്ലമ, പഠിപ്പിച്ചു. അല്ലമയുടെ മുളാരിയാണ് യുഅല്ലിമു. പഠിപ്പിക്കുന്നയാൾക്ക് എന്ത് പറയും? മുഅല്ലിം. അല്ലംതു, ഞാൻ പഠിപ്പിച്ചു. അല്ലംനാ, അല്ലാഹു പറയണം നാം പഠിപ്പിച്ചു. വമാ അല്ലംനാഹു, ഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അഥവാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നാം പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല അശ്ശിഅറ, കവിത. ഷിഅർ എന്ന് പറഞ്ഞാൽ കവിത. കവിത ചൊല്ലുകയും നിർമ്മിക്കുകയും ഒക്കെ ചെയ്യുന്നയാൾക്ക് എന്ത് പറയും? ഷാഇർ. ഷാഇർ അതിൻ്റെ ബഹുവചനമാണ് ശുഅറാ. വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെയുണ്ട്, സൂറത്തു ശുഅറാ. അതേപോലെ തന്നെ വമാ യംബഗീ ലഹു, വമാ യംബഗീ ലഹു, അത് അദ്ദേഹത്തിന് യോജിക്കുന്നതുമല്ല. വമാ യംബഗീ ലഹു, അത് എന്ന് പറഞ്ഞാൽ ഏത്? ആ കവിത. യംബഗീ ലഹു, അദ്ദേഹത്തിന് യോജിക്കുന്നതുമല്ല. പിന്നെ മറിച്ച് ഇതെന്താണ്? ഇൻ ഹുവ, ഇതല്ല, ഇല്ലാ ദിക്റുൻ, ഒരു സന്ദേശവും ഒരു ഉപദേശവും ഒക്കെ അല്ലാതെ മറ്റൊന്നുമല്ല. ഈ ഖുർആനെ ഇതൊരു ദിക്റാണ്, ഒരു സന്ദേശമാണ്, ഉത്ബോധനമാണ്, ഉപദേശമാണ്. വഖുർആനും മുബീൻ, വ്യക്തമായ ഒരു ഖുർആനുമാകുന്നു, അതല്ലാതെ മറ്റൊന്നുമല്ലത്. ഖുർആൻ എന്ന് പറഞ്ഞാൽ പാരായണ ഗ്രന്ഥം, അതാണല്ലോ ഖുർആൻ എന്നുള്ളതിൻ്റെ അർത്ഥം. പാരായണ ഗ്രന്ഥം എന്നാണ് എന്തിൻ്റെ ഒരു ശരിയായ അർത്ഥം? ഖുർആൻ, പാരായണ, അതാണ് ഖുർആൻ, പാരായണ ഗ്രന്ഥമാണിത്. അപ്പം ഇത് ഒരു സന്ദേശവും ഉപദേശവും അതുപോലെ തന്നെ ജനങ്ങൾക്ക് കാര്യം വളരെ വ്യക്തമായി ഗ്രാഹ്യമാകുന്ന വിധത്തിൽ പാരായണം ചെയ്യുവാനും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ദിക്റും ഖുർആനുമല്ലാതെ മറ്റൊന്നുമല്ല ഇത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഒന്നും കൂടെ അർത്ഥം പറയാം. വമാ അല്ലംനാഹു, നാം ആ നബിക്ക് അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുമില്ല അശ്ശിഅറ, കവിത. വമാ യംബഗീ ലഹു, അദ്ദേഹത്തിന് അത് യോജിക്കുന്നതുമല്ല. അത് വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി വമാ ഹുവ ഫീ തബ്ഇഹി. മഹാനായ മുഫസ്സിർ ഇബ്നു കസീർ റഹിമഹുല്ലാ അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അള്ളാഹു നമുക്ക് അറിയിച്ചു തരികയാണ്, അന്നഹു മാ അല്ലമഹു ശിഅർ, നബിക്ക് അള്ളാഹു കവിത പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. വമാ യംബഗീ ലഹു, അദ്ദേഹത്തിന് അത് യോജിക്കുന്നതുമല്ല എന്ന് പറഞ്ഞാൽ എന്താ? ഐ വമാ ഹുവ ഫീ തബ്ഇഹി,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നാച്ചുറൽ പ്രകൃതി തന്നെ അതിനോട് യോജിക്കുന്നതല്ല. ഒരു കവിത ഉണ്ടാക്കുക അല്ലെങ്കിൽ കവിതന്റെ ആളായിട്ട് നടക്കുന്ന ഒരാളല്ല ആര്? നബി സല്ലല്ലാഹു. അവിടുത്തെ പ്രകൃതി തന്നെ അതിനോട് യോജിക്കൂല. അതിനേക്കാളൊക്കെ വലിയ രൂപത്തിലുള്ള സംവിധാനങ്ങളുമായി ചെറുപ്പം തൊട്ടേ വളർത്തിക്കൊണ്ടുവന്ന വലിയ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ യുഹ്സിനുഹു വലാ യുഹിബ്ബുഹു, നബിക്കത് നന്നായി കൈകാര്യം ചെയ്യാനും പറ്റൂല. നേരങ്ങത്തിൽ ഒരു കവിത ചൊല്ലാനോ അല്ലെങ്കിൽ ഒരു കവിത നിർമ്മിക്കാനോ ഒന്നും കഴിയില്ല. അക്ഷരജ്ഞാനം പോലും ഇല്ലല്ലോ. സ്വന്തം പേരെഴുതി ഒപ്പിടാനറിയോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരായിരുന്നു? ഉമ്മിയായിരുന്നു. ഉമ്മിയ്യ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ലാ യഖറഉ വലാ യക്തുബു. അതാ ഉമ്മിയ്യ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അറബിയിൽ ഉമ്മിയുൻ, ഖുർആനിലില്ലേ എന്ത്? പിന്നെ എന്താണ്? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയ്യീന റസൂലൻ മിൻഹും. ഉമ്മിയ്യീങ്ങളായ ജനതയാണ് അവിടെ അധികവും. അതിൽ നിന്ന് അവരിൽ തന്നെ എന്നുള്ള ഒരു നബിയെ അല്ലാഹു തആല അവർക്ക് തെരഞ്ഞെടുത്ത് അയക്കുകയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ഉമ്മിയാണ്. ഉമ്മിയാണ് എന്ന് വേറെ തന്നെ ഖുർആൻ വേറെയും പറയുന്നുണ്ട്. അപ്പോ അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇങ്ങനെയൊക്കെ ആക്കുന്നത് എന്തിനാണ്? നബിക്ക് എഴുത്തും വായനയും അറിയില്ല എന്നുള്ളത് നബിക്കുള്ള ഒരു പോരായ്മ. സാധാരണഗതിയിൽ സാക്ഷരത ഇല്ലാത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ അതൊരു പോരായ്മയല്ലേ നമ്മളെ ഗണത്തിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മിയാവുക എന്നുള്ളതിൽ വലിയൊരു ലക്ഷ്യമുണ്ട്. കാരണം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ ആരാണ്? പ്രവാചകൻ വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജനത അറബി സാഹിത്യത്തിൽ മികച്ചു നിൽക്കുന്ന ആളുകളാണ്. അവരുടെ ഭാഷാ പാണ്ഡിത്യം അന്നുണ്ടായിരുന്ന വലിയ വലിയ കവികളായിരുന്നു അന്നുണ്ടായിരുന്നത്. അത് നമുക്ക് ശേഷം വഴിയെ പറയാൻ പോകുന്നുണ്ട്. അപ്പൊ ഏതായിരുന്നാലും നബിതങ്ങൾ അത് നന്നായി, നബിക്കത് ചേരൂല. നബി അതിനെ സ്നേഹിച്ചിരുന്ന ഒരാളുമല്ല. ഒരു കവിതനെങ്ങനെ ഇഷ്ടപ്പെട്ടിങ്ങനെ വല്ലാതെ കവിതന്റെ പിന്നാലെ എങ്ങനെ നടക്കുന്ന ഒരാളും ആയിരുന്നില്ല. അല്ലറ ചില്ലറ ചിലപ്പോൾ ഒരു വരി അരവരിയൊക്കെ ഒന്ന് മൂളും, ചിലപ്പോൾ അത് ആ നിലക്കുള്ള ഒരു അർത്ഥത്തിലും അല്ല. അതേപോലെ തന്നെ ചില കവിതകളൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു, ചിലതൊന്നും പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ എന്താണ് നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. കാരണം ഈ ആയത്ത് വളരെ പ്രാധാന്യപൂർവ്വം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതിലിപ്പോൾ എന്താ നമ്മൾ കേൾക്കുന്നത്? എന്താ അള്ളാഹ് പറയാണ്, നബിക്ക് ഞാൻ കവിത പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, നബിക്കത് ചേരൂല്ല എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇസ്ലാം കവിതയെ വിരോധിക്കുന്നു എന്നല്ലേ പ്രാഥമികമായ കേൾവിയിൽ നമുക്കൊക്കെ തോന്നാം. അപ്പൊ അങ്ങനെ ആവാനും പാടില്ല. അതിലെ കല്ലും നെല്ലും വേർതിരിക്കപ്പെടണം. എന്താണ് ആ വിഷയത്തിലെ വസ്തുത എന്ന് നമ്മൾ അറിയണം. അതിന് ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ കേൾക്കണം, പഠിക്കണം. അപ്പൊ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തുടരാണ്, വലാ തഖ്തളിഹി ജിബില്ലത്തുഹു, അവിടുത്തെ പ്രകൃതി അതിനോട് യോജിക്കുകയുമില്ല. വലിഹാദാ വറദ, അതുകൊണ്ട് തന്നെ നമുക്ക് അന്നഹു അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് വന്നിട്ടുള്ള റിവായത്തുകളിൽ കാണാം, കാന ലാ യഹ്ഫളു ബൈതൻ അലാ വസ്നിൻ മുൻതളിമിൻ ബൽ ഇൻ അൻഷദഹു സഹഫഹു ഔ ലം യുതിമ്മഹു. നബി തങ്ങൾ അഥവാ പലപ്പോഴും ഒരു അരവരിയോ ഒരു വരിയോ രണ്ട് വരിയോ ഒക്കെ പറയുകയാണെങ്കിൽ തന്നെ അതൊന്നും അത്ര മനഃപ്പാടമാക്കി വെച്ച് അതേപോലെ തന്നെ അതിൻ്റെ പ്രാസമൊപ്പിച്ച് അത് കൃത്യമായി അതിൻ്റെ വൃത്തവും അലങ്കാരവും ഒക്കെ ഒപ്പിച്ചിട്ടൊന്നും അങ്ങനെ അത് ശ്രദ്ധാപൂർവം അങ്ങനെ കൈകാര്യം ചെയ്യുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. അതിലൊക്കെ വലിയ മുഅ്ജിസത്തുണ്ട്. വലിയ മുഅ്ജിസത്തുണ്ട്. ആ നബിയാണ് വരെ സാഹിത്യ സാമ്രാട്ടുക്കളെ, അറബി ഭാഷയിലെ വലിയ നേതാക്കന്മാരെ വെല്ലുവിളിക്കുന്നത്. അതാ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അതാ നബിതങ്ങൾക്ക് ഇവിടെ നബി ഉമ്മിയാണ് എന്ന് പറയുന്നത് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഒരു മുഅ്ജിസത്താണ്, അത്ഭുതമാണ്. സ്വന്തം പേരെഴുതാൻ അറിയില്ല. മുഹമ്മദുൻ റസൂലുള്ളാഹ് മിൻ മുഹമ്മദിൻ റസൂലില്ലാ എന്ന ഹുദൈബിയ സന്ധിയില് ഖുറൈശി മുശ്രിക്കുകളുമായിട്ട് സുഹൈലുമായിട്ട് കരാർ ഒപ്പിടുന്ന വേള ചരിത്രം ഓർക്കുന്നുണ്ടാകും പലരും. അറിയാത്തവർക്ക് വേണ്ടി ചുരുക്കി പറയണ, ഹുദൈബിയയിൽ വെച്ച് മുശ്രിക്കീങ്ങളും ഖുറൈശികളും തമ്മിൽ ഒരു സന്ധി ഉണ്ടായി. ആ സന്ധിയിൽ പരസ്പരം കരാർ എഴുതി ഒപ്പിടാണ്, ഇക്കൊല്ലം നിങ്ങൾ ഉംറ ചെയ്യാതെ മടങ്ങിപ്പോകണം. ഹുദൈബിയ എന്നുള്ള പ്രദേശത്ത് വെച്ച് തടയപ്പെടുകയാണ്. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അവർ മടങ്ങാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ മടങ്ങിപ്പോകാൻ ഒരുങ്ങുമ്പോൾ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ആ മടങ്ങിപ്പോകുന്നത്. ആ ഹുദൈബിയ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ഖുറൈശികളുമായി കൊണ്ട് ഒരു കരാർ എഴുതി ഒപ്പിട്ടു. ആ കരാറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എഴുതാറില്ലല്ലോ. നമ്മുടെ ഭാഗത്ത് നിന്നുള്ള എഴുത്തുകാരനായ സഹാബിയോട് പറഞ്ഞു, എഴുതിക്കോളൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദിൻ റസൂലില്ലാഹ്
ഇല സോയിൻസോ, ഇന്നാൾക്ക് എന്ന് പറഞ്ഞിട്ട് കത്ത് ആരംഭിച്ചു. അപ്പൊ സുഹൈല് അപ്പുറത്തുള്ള നേതാവാണ്, മറ്റേ കരാർ എഴുതുന്ന ആളാണ്. ഒപ്പിടാൻ നേരത്ത് പറഞ്ഞു ഇത് ഞങ്ങൾ അംഗീകരിക്കൂല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതാൻ പാടില്ല, അള്ളാഹ് റഹ്മാനും റഹീമുമായിട്ട് ഞങ്ങൾ അതിൻ്റെതായ രൂപത്തിൽ ഞങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ആ രൂപത്തിൽ പിന്നെ ഞങ്ങൾക്ക് എന്തിനാ ഇവിടെ ഈ വിഗ്രഹങ്ങൾ, പിന്നെ എന്തിനാ ഞങ്ങൾക്ക് ഇവിടെ ദൈവങ്ങൾ, എല്ലാ അർത്ഥത്തിലും പിന്നെ അത്രയും അത് ഞങ്ങൾ അംഗീകരിക്കുകയാണ്, ബിസ്മില്ലാ എന്ന് എഴുതിക്കോ. ഒന്ന്. രണ്ടാമത്തെ കാര്യം മിൻ മുഹമ്മദിൻ റസൂലില്ലാന്ന് എഴുതാൻ പാടില്ല, റസൂലുള്ളാഹിനെ തന്നെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ നമ്മുടെ പേര് തർക്കം, അതും വായിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനാ അറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആയിക്കോട്ടെ. അപ്പോൾക്ക് ഇവിടെ സഹാബികൾക്ക് ഇങ്ങനെ രോഷം കൊള്ളുന്നുണ്ട്, എന്താ നബി പറയണത്, എഴുതി എന്താ പറയണൊക്കെ അങ്ങനെ നിന്നു കൊടുക്കാൻ നമ്മൾ വരെ അടിമകളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ദീർഘമായ വീക്ഷണത്തോടെ അതിൽ വലിയ തൗഫീഖ് കാണുകയാണ്. ഹുദൈബിയ സന്ധി ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് വലിയൊരു നാഴികക്കല്ലായി മാറിയ ഒരു സന്ധിയാണ്. ചരിത്രം പഠിക്കാത്തവരൊക്കെ പഠിക്കണം ഹുദൈബിയ സന്ധി. ശരി, അങ്ങനെ മായ്ക്കാൻ അള്ളാന്റെ റസൂൽ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ റെഡിയാണ്. ഇനി ഇത് മായ്ക്കണമല്ലോ, ഇങ്ങനെ മായ്ക്കാം, അള്ളാന്റെ റസൂൽ ഇത് മായ്ക്കാൻ വയ്യ, അതിനത് അറിയണ്ടേ, റഹ്മാൻ റഹീം എഴുതിയത് അറിയണ്ടേ, റസൂലില്ലാന്ന് എഴുതിയത് അറിയണ്ടേ. നബിതങ്ങൾ വിരലിങ്ങനെ സഹാബികളോട് ചോദിച്ചു എവിടെയാണ് ഇങ്ങനെ വെച്ചു കൊടുത്തു, രണ്ട് ഇനി മായ്ച്ചോളാം. അപ്പൊ നിങ്ങൾ നോക്കൂ, ഉമ്മിയാണ്. എന്നിട്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഓതിക്കൊടുത്തുകൊണ്ട് വെല്ലുവിളിക്കുന്നത്. എന്ത്? ഖുല്ല ഇനിജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅ്തൂ ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅ്തൂന ബിമിസ്ലിഹി വലൗ കാന ബഅ്ദുഹും ലിബഅദിൻ ളഹീറാ. നബിയേ പറയൂ, മനുഷ്യരും ജിന്നുകളും എല്ലാവരും കൂടെ ഒരിടത്ത് ഒരുമിച്ച് കൂടിയാലും ഇതേപോലെയുള്ള ഒരു അധ്യായം കൊണ്ടുവരാൻ അവരെ കൊണ്ട് കഴിയുമോ? കഴിയൂല. ഒരായത്ത് കൊണ്ടുവരൂ, ഒരു സൂറത്ത് കൊണ്ടുവരൂ. അൽ ബഖറയിൽ തന്നെയല്ലേ വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തൂ ബി സൂറത്തിൻ മിൻ മിസ്ലിഹി വദഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. ആർനെച്ച് കൂട്ടിക്കോ, നിങ്ങളെ എല്ലാ കവിതാ നേതാക്കന്മാരെയും കൂട്ടിക്കോ, ഞാൻ ഈ കൊണ്ടുവന്നതുപോലെ ഒരു സൂറത്ത് കൊണ്ട് വെല്ലുവിളിക്കുന്നു. ഖുർആന്റെ വെല്ലുവിളിയാണ്, വെല്ലുവിളിക്കുകയാണ്. ഇതേപോലെ ഒന്ന് കൊണ്ടുവരാൻ കഴിയുമോ? ഫദഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹി, അള്ളാഹുകളെ എല്ലാവരെയും കൂട്ടിക്കോ. ഉണ്ടോ? എന്താണ് ആ വെല്ലുവിളിയുടെ ഊക്ക്? എല്ലാവരെയും കൂട്ടിക്കോ, എന്നിട്ടൊന്നും കൊണ്ടുവരീൻ. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ. കാരണം അവരിവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് 5-6 പരാതികൾ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അവർ പറയുന്ന പരാതികൾ എന്തൊക്കെയാണ്? ഒന്ന്, നബിക്ക് നട്ടപിരാന്താണ്, മജ്നൂനാണ് എന്നാണ് റസൂലുള്ളാഹിനെ അവർ ആക്ഷേപിക്കുന്നത്. ഖുർആനിന് കേട്ടപ്പോഴേ അതുവരെ എന്താ വിളിച്ചിരുന്നത്? അൽ അമീൻ, സത്യസന്ധൻ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വ്യക്തിത്വമാണ്. അവർക്കിടയിൽ ഒരു തർക്കമുണ്ടാകുമ്പോൾ പോലും പഞ്ചായത്ത് പറയാനും സുൽഹ് പറയാനും മധ്യസ്ഥം പറയാനും ഒക്കെ അവർ ഉപയോഗപ്പെടുത്തുന്ന ഏക വ്യക്തിത്വം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി നബിയല്ല. പക്ഷെ 40-ാമത്തെ വയസ്സിൽ ഈ സത്യം കൊണ്ട് വെളിപ്പെട്ടപ്പോൾ പിന്നെ അല്ലമീൻ എന്നുള്ള പേര് മാറ്റി. പിന്നെ അവർ പറയണത് എന്താണ്? മജ്നൂൻ, തലക്ക് സുഖല്ല. അതിനല്ലാഹ് മറുപടിയും കൊടുത്തു, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. നിന്റെ റബ്ബിന്റെ നിഅമത്ത് കൊണ്ട് നിനക്ക് തലക്ക് സുഖക്കേടൊന്നുമില്ല, നീ ഭ്രാന്തനല്ല. പിന്നെ അവർ പറഞ്ഞു എന്ത്? ഷായിറാണ് എന്ന്. കണ്ടോ, അതിപ്പോൾ നമ്മുടെ ഇവിടുത്തെ ബന്ധം, പാട്ടുകാരനാണ്, പാട്ടും പാടി നടക്കലാണ് പണി, കവിത ഉണ്ടാക്കുകയാണ്. അതാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ കവിതയാണ്, മുഹമ്മദ് എന്ന് പറഞ്ഞാൽ കവിത ഉണ്ടാക്കുന്ന ആളാണ്. അങ്ങനെ എന്തൊക്കെയോ പിച്ചും പേയും പറയണ ഖുർആൻ എന്ന് പറഞ്ഞു. കാഹിനാണ് എന്ന് പറഞ്ഞു. കാഹിൻ എന്ന് പറഞ്ഞാൽ ജ്യോത്സ്യൻ, ആ രൂപത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നയാളാണ് എന്ന് ആക്ഷേപിച്ചു. സാഹിർ, മജീഷ്യനാണ്, ചെപ്പടി വിദ്യകൾ കാണിച്ചു നടക്കുന്ന ആളാണ്. ആ നിലക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു. കദ്ദാബ്, പെരും നുണയനാണ് എന്ന് ആക്ഷേപിച്ചു. മസ്ഹൂർ, ഈ നിലക്കുള്ള ജാലവിദ്യകളും അതേപോലെ തന്നെ സിഹിറൊക്കെ ബാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് പറയുമ്പോൾ ഈ കാലത്ത് പറയുന്ന അന്നത്തെ സിഹിറിന്റെ ചരിത്രമൊക്കെ വരുന്നതിന്റെ മുമ്പാട്ട് അവരുടെ ആക്ഷേപം. ഈ സിഹിറല്ല, ഇന്നത്തെ ഈ സിഹിറിനെ കുറിച്ചല്ല പറയുന്നത്. പൊതുവേ ഖുർആനെ കുറിച്ച് അവർ പറയണത്
അതൊക്കെ എന്തൊക്കെയോ തലക്ക് വെളിവില്ലാതെ എവിടുന്നൊക്കെയോ ഭ്രാന്ത് പിടിച്ചിട്ട് ഇങ്ങനെ ആരുടെയൊക്കെയോ എന്തിലൊക്കെയോ പൊട്ടിട്ട് വിളിച്ചു പറയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ. ഇപ്പൊ വിശുദ്ധ ഖുർആൻ അതിനൊക്കെ മറുപടിയും കൊടുത്തിട്ടുണ്ട്. സൂറത്ത് ദാരിയാത്തിലെ 52-53 ആയത്തിൽ കാണാം, ഏത് കാലത്തും ജനങ്ങൾ നബിമാര് വന്നാൽ അങ്ങനെയൊക്കെ തന്നെ പറയല്. അത് നബിയെ നിങ്ങൾക്ക് മാത്രമുള്ളൊരു പ്രശ്നമൊന്നുമല്ല, അള്ളാഹിൻ്റെ റസൂലിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സമാധാനിപ്പിക്കുകയാണ്. നബിയെ നിങ്ങളതൊന്നും കേട്ടിട്ട് തളരണ്ട, നിങ്ങളതൊന്നും കേട്ടിട്ട് വിഷമിക്കണ്ട, ഇത് നിങ്ങൾ മാത്രം കേൾക്കുന്നൊരു ദുരാരോപണങ്ങളൊന്നുമല്ല, ഇതൊക്കെ പണ്ടേ ഉണ്ട്. സൂറത്തു ദാരിയാത്തിൽ അള്ളാഹു തആല പറയുന്നത് നോക്കൂ, كذلك ما أتى الذين من قبلهم من رسول إلا قالوا ساحر أو مجنون أتواصوا به بل هم قوم طاغون فتول عنهم فما أنت بملوم فذكر فإن الذكرى تنفع المؤمنين. സൂറത്തു ദാരിയാത്തിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു തആല പറയണ റസൂലുള്ളാഹിനോട്, ഇവർക്ക് ഏതൊരു റസൂല് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ടോ എല്ലാ റസൂലുകളെയും അതാത് ജനത എന്ത് വിളിച്ചിട്ടുണ്ട്? സാഹിർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഔ മജ്നൂൻ അല്ലെങ്കിൽ ഭ്രാന്തനാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹ് ചോദിക്കുകയാണ്, ആ തവാസൗബി, ഇതിങ്ങനെ തലമുറയായിട്ട് വസിയത്ത് കൊടുക്കണ പരിപാടിയാണോ അവർക്ക് എന്ന്. കാരണം ഞങ്ങളിങ്ങനെ പറഞ്ഞു, നിങ്ങളും പറഞ്ഞോളിട്ടോ അടുത്ത തലമുറയോട് അതിൻ്റെ തലമുറ ഇങ്ങനെ വസിയത്ത് ചെയ്യുകയായിരുന്നോ ഇവരെന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ് തോന്നിപ്പോകുന്നു. കാരണം ഏത് കാലത്ത് നബിമാര് വന്നാലും അക്കാലഘട്ടത്തിലെ ജനങ്ങളൊക്കെ ഈ നബിമാരെ കുറിച്ച് എന്തു പറഞ്ഞിരുന്നു? സാഹിറാണ്, മജ്നൂനാണ്. ഇത് എല്ലാ നബിമാരും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന്, നോഹ് നബിയും എല്ലാ നബിയും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് അല്ലാഹു തആല പറയാം. അതുകൊണ്ട് ഫതവല്ല അൻഹും, അതൊക്കെ വിട്ടുകള നബിയെ, നിങ്ങൾ ആക്ഷേപിക്കപ്പെടേണ്ട ആളൊന്നുമല്ല. നിങ്ങൾ മഹത്തായ വിശുദ്ധ ഖുർആനാ നിങ്ങളുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കൂ, ഇവരുടെ ഈ ആരോപണങ്ങളെയൊക്കെ അവഗണിക്ക നബിയെ. മോമിനീങ്ങൾക്ക് ഉപകാരം ചെയ്യും. ഖുർആൻ കേട്ടാൽ എല്ലാവർക്കും ഒന്നും ഉപകാരം കിട്ടൂല. എല്ലാവർക്കും ഉപകാരം കിട്ടുമോ ഖുർആൻ കേട്ടാൽ? ഇല്ലല്ലോ. അതിന് അള്ളാഹിൻ്റെ ഒരു തൗഫീഖുള്ളവർക്ക് അതാണ് വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. അത് അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. ഇപ്പൊ ഖുർആൻ കേട്ടു അല്ലെങ്കിൽ ഹദീസ് കേട്ടു വെച്ചിട്ട് എല്ലാവർക്കും ഉപകരിച്ചോളണമെന്നൊന്നുമില്ല. മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കും, ഈമാനുള്ളവർക്ക് ഉപകരിക്കും. അല്ലാത്തവർ പിന്നെയും പറയും താല്പര്യമൊന്നുമില്ല, അത് ഓരോരുത്തർ അങ്ങനെ പറയണല്ല, നമുക്ക് കാര്യമൊന്നുമില്ല, ഇതിനൊക്കെ അവഗണിക്കും. അപ്പം അങ്ങനെ സൂറത്തു ദാരിയാത്തിൽ. ഇനി സൂറത്തു സ്വാദ് 4-ാമത്തെ ആയത്തിൽ നിങ്ങൾ കേൾക്കൂ, വഖാലൽ കാഫിറൂന ഹാദാ സാഹിറുൻ കദ്ദാബ്. സൂറത്തു സ്വാദിൽ 4-ാമത്തെ ആയത്ത് എന്താ പറയുന്നത്? വഖാലൽ കാഫിറൂന, സത്യനിഷേധികൾ പറഞ്ഞു, ഹാദാ റസൂലുള്ളാഹിനെ ചൂണ്ടിയിട്ട് പറയണ്, സാഹിറുൻ കദ്ദാബ്. ഇയാൾ ആരാണ്? സാഹിറുമാണ്, കദ്ദാബ്. എന്താ കദ്ദാബ് എന്ന് പറഞ്ഞാൽ വരും എന്നോണ പറയുന്ന ആളാണ്. സ്വാഫാത്ത് സൂറത്തിലെ 35-36 ആയത്തുകളും വയഖൂലൂന അഇന്നാ ലതാരികൂ ആലിഹതിനാ ലിശാഇരിൻ മജ്നൂൻ. അവർ ചോദിക്കുകയാണ്, വയഖൂലൂന അവര് പറയുന്നു, ഇന്നാ ലതാരികൂ ആലിഹതിനാ, നമ്മുടെ ഇലാഹുകളെ നമ്മൾ ഒഴിവാക്കണമെന്നോ? നമ്മൾ കാരണവന്മാരായിട്ട് ആദരിച്ച് ആരാധിച്ചു പോരുന്ന നമ്മുടെ ദേവന്മാരെ, ദേവികളെ, ആ നിലക്കുള്ള നമ്മുടെ ആരാധ്യന്മാരെ, ലാത്ത, ഉസ്സ, മനാത്ത, ഹുബില് പോലെയുള്ള നമ്മുടെ ആരാധ്യന്മാരെയൊക്കെ നമ്മൾ ഒഴിവാക്കണമെന്നോ? നബിയെക്കുറിച്ച് പറയണ എന്തിനു വേണ്ടി? ആരുടെ വാക്ക് കേട്ടിട്ട്? ലിശാഇരിൻ മജ്നൂൻ, ഈ ഭ്രാന്തനായ കവിയുടെ വാക്കും കേട്ടിട്ട് നമ്മളിതുവരെ ശീലിച്ച നമ്മുടെ ആ വിശ്വാസം നമ്മൾ കൈയൊഴിക്കണമെന്നോ? ഏയ്, എൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം നബീനെ കുറിച്ച് ഇപ്പോൾ അവരെന്തൊക്കെ പേര് പറഞ്ഞപ്പോൾ ഇവിടെ ഷായിർ, മജ്നൂന്. അല്ലാഹു തആല സൂറത്ത് ഹാഖ 41-42 ആയത്തുകളിലൂടെ മറുപടി കൊടുത്തു. വമാ ഹുവ ബിഖൗലി ഷായിർ ഖലീലം മാ തുഅ്മിനൂൻ വലാ ബിഖൗലി കാഹിൻ ഖലീലം മാ തദക്കറൂൻ തൻസീലും മിർ റബ്ബിൽ ആലമീൻ. ഇതൊരു കവിയുടെ വാക്കല്ല, അവർ വളരെ കുറച്ചേ വിശ്വസിക്കുന്നുള്ളൂ. ഇതൊരു ജ്യോത്സ്യന്റെ വാക്കുമല്ല ഈ ഖുർആൻ. ഖലീലം മാ തദക്കറൂൻ, അവർ വളരെ കുറച്ചേ ചിന്തിക്കുന്നുള്ളൂ.
ഇപ്പൊ ചിന്തയില്ലായ്മ കൊണ്ടും വിശ്വാസരാഹിത്യം കൊണ്ടുമൊക്കെയാണ് ഇത്തരം ദുരാരോപണങ്ങൾ ഇവർ പറയുന്നത്. മറിച്ച് ഇത് തൻസീലും മിർ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനിൽ നിന്ന് അവതീർണമായ ദൈവീക വചനങ്ങൾ അല്ലാതെ മറ്റൊന്നുമല്ല ഖുർആൻ. അപ്പൊ ഇതിൽ നിന്നൊക്കെ എന്തു മനസ്സിലായി? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് ഖുർആൻ ഓതിക്കൊടുത്തപ്പോൾ അവരിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ച് ആരോപണം പറഞ്ഞു, മുഹമ്മദ് ഒരു കവിയാണ്, മുഹമ്മദ് കൊണ്ടുവന്ന ഈ ഖുർആനിലെ ഈ വചനങ്ങൾ എന്തുമാണ്? ഒരു കവിതയുമാണ് എന്ന് നബിയെക്കുറിച്ച് ആക്ഷേപം പറഞ്ഞപ്പോൾ അള്ളാഹു നൽകുന്ന മറുപടിയാണ് വമാ അല്ലംനാഹു ശിഅറ, നാം മുഹമ്മദ് നബിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടേ ഇല്ല അശ്ശിഅറ, കവിത പഠിപ്പിച്ചിട്ടില്ല. വമാ യംബഗീ ലഹു, അത് അദ്ദേഹത്തിനൊട്ട് ചേർന്നതുമല്ല. വീണ്ടും വിശദീകരണം നമുക്ക് ഇമാം സഅദി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, ഹാദാ മിൻ ജിൻസിൽ മഹാൽ അൻ യകൂന ശാഇറൻ, അദ്ദേഹം ഒരു കവിയാകുക എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. കാരണം ലി അന്നഹു റഷീദുൻ മുഹ്തദിൻ, അല്ലാഹുവിൻ്റെ റസൂൽ വളരെ വിവേകിയും വളരെയേറെ സന്മാർഗം സിദ്ധിച്ചിട്ടുള്ള ആളുമാണ്. അതേ അവസരത്തിൽ അന്നുണ്ടായിരുന്നവരും ഏത് കാലത്തുമുള്ള ചില കവികൾ വശ്വഅറാഉ ഗാവൂന, കവികളൊക്കെ പലരും ദുർമാർഗികളായിരിക്കും. മഹാഭൂരിപക്ഷം കവികളും ആരായിരിക്കും? ദുർമാർഗികളായിരിക്കും, തെമ്മാടികളായിരിക്കും. യത്തബിഉഹുമുൽ ഗാവൂൻ, തെമ്മാടികൾ അവരെ എന്ത് ചെയ്യുള്ളൂ? അവരെ പിന്തുടരുകയും ചെയ്യും. ശേഷം അല്ലാഹു തആല വിശദീകരിക്കുന്ന സൂറത്ത് ശുഅറായിൽ ആയത്ത് വരുമ്പോൾ നമുക്കത് കേൾക്കാം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു തആല കവിത പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തത് ഖുർആനാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഫിത്രത്തിനോ അവിടുത്തെ സ്വഭാവത്തിനോ ഒന്നും ഒരു കവിതയുമായി മല്ലിക്കെട്ടി അതിൻ്റെ ആളായിട്ട് ഇങ്ങനെ നടക്കുക എന്നുള്ളത് പറ്റൂല. എന്താ ഈ കവിതയും അല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം? എന്തിനാ ഈ കവിത എന്ന് പറയാം? നമ്മൾ മലയാളത്തിൽ തന്നെ ഇല്ലേ പദ്യം ഗദ്യം. പദ്യം ഗദ്യം, ഗദ്യമാവുമ്പോൾ അതിന് സാധാരണയുള്ള എഴുത്താണ്. പദ്യമാവുമ്പോഴോ അതിനൊരു അവസാനത്തെ അക്ഷരം വെക്കുക, അതിനൊരു പ്രത്യേകമായിട്ട് ഭാഷയിൽ തന്നെ അതിന് കുറേ വൃത്തങ്ങൾ, അലങ്കാരങ്ങൾ, അതിൻ്റെ അവസാന അക്ഷരങ്ങൾ വെക്കുക. ഇങ്ങനെ അവസാന അക്ഷരങ്ങൾ ഒത്തുവരുന്നത് അറബി ഭാഷയിൽ കാഫിയ എന്ന് പറയും. കാഫിയ. അപ്പോൾ വസ്നും കാഫിയത്തും ഒക്കെയാണ് വൃത്തവും അതുപോലെ തന്നെ അതിൻ്റെ സമാപന അക്ഷരങ്ങളും അന്ത്യാക്ഷരങ്ങളൊക്കെ പല ആൾക്കാരൊക്കെ അന്ത്യാക്ഷരി ഒക്കെ പറഞ്ഞിട്ടൊക്കെ കളിക്കലൊക്കെ ഉണ്ടല്ലോ. ഓരോ അക്ഷരങ്ങൾ വന്നിട്ട് ആ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങണം, അങ്ങനെയൊക്കെയുള്ള പല മത്സരങ്ങളും ഉണ്ടല്ലോ. ഇപ്പം പല കവിതകളും ഇപ്പോൾ ഏതൊരു കാലഘട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കവികൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പം ഈ വസ്നും കാഫിയ എന്നുള്ളത് അറബി ഭാഷയിൽ മാത്രമല്ല മലയാളത്തിലും ഉണ്ട്. ഇവിടെ ഇപ്പം എല്ലാ ആളുകളും മിക്കവാറും ഒക്കെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുത്ത ആളുകളുണ്ടാവും. മലയാളം ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് എടുത്താലും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അന്നൊക്കെ മലയാളത്തിൽ കുറേ കവിതകൾ ഉണ്ടായിരുന്നു. ആ കവിതകൾക്കൊക്കെ കുറേ വൃത്തങ്ങൾ, അതിൻ്റെ ആ വൃത്തത്തിൻ്റെ ചില ലക്ഷണങ്ങൾ ഇതൊക്കെ നമ്മൾ പഠിച്ചവരാ. ശ്ലതകാകളി, കാകളി, കേക, നദോന്നത, മന്ദാക്രാന്ത, മാലിനി, ഇതൊക്കെ ഓരോ വൃത്തങ്ങളുടെ പേര്. അതിനൊക്കെ കുറേ ലക്ഷണങ്ങളും ഉണ്ട്. അന്നൊക്കെ നമ്മൾ മലയാളത്തിൽ അതൊക്കെ ചൊല്ലിപ്പടിക്കും. ഇന്നതാ ഇതിൻ്റെ ലക്ഷണം, ഇന്നതാന്നൊക്കെ മാർക്ക് വാങ്ങുന്ന ആൾക്കാരാണ് അല്ലേ നമ്മൾ മലയാളത്തിൽ ഓരോ കവിതകളും. ആ കവിതകൾ ഇതേപോലെ അറബി ഭാഷയിൽ 16ഓളം പ്രത്യേക വൃത്തങ്ങളുണ്ട്. 16ഓളം പ്രത്യേക വൃത്തങ്ങളുണ്ട് അറബി ഭാഷയിൽ. ഓരോ കവിതകളും ഇങ്ങനെ എടുത്തു നോക്കിയാൽ അതിൻ്റെ ഒക്കെ ഓരോ വൃത്തങ്ങളുണ്ടാകും. അതിൽപ്പെട്ടതാണ് തവീല്, മദീദ്, ബസീത്ത്, റജസ്, വാഫിർ, പിന്നെ റജസ്, ഇങ്ങനെയൊക്കെയുള്ള 10-16ഓളം പേരുകളിൽ അറബി ഭാഷ ഞാൻ പറഞ്ഞു വരുന്നത് ആ നിയമങ്ങളൊക്കെ ഒത്തതിനാണെന്ന് കവിത എന്ന് പറയുള്ളൂ. അന്ന് അവർ അറബി സാമ്രാട്ടുക്കൾ എന്തു ചെയ്യും? അവർ ഉക്കാലയിലും മിജന്നയിലും ഒക്കെ അന്ന് വലിയ ചന്തകളാണ്, ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന വലിയ ചന്തകളിൽ വെച്ച് അറേബ്യൻ കവികൾ എന്ത് ചെയ്യും? നിമിഷ നേരം കൊണ്ട് പാട്ടുണ്ടാക്കും, കവിതകൾ ഉണ്ടാക്കും. നിമിഷ നേരം കൊണ്ട് കവിതകൾ ഉണ്ടാക്കും. അങ്ങനെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കവിതകൾ കഅബയുടെ കില്ലം മേൽ കെട്ടി തൂക്കും. വലിയ പ്രൈസ് കിട്ടി, വലിയ മധുഹൊന്നുമല്ല കേട്ടോ, ഒന്നും താനിച്ച തെറിയായിരിക്കും, അർത്ഥം നമ്മുടെ പറയാൻ പറ്റൂല. അങ്ങനത്തെ കവിതകളാണ് ചൊല്ലുക. അതൊക്കെ സ്ത്രീവർണ്ണന എന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ ഓരോ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും വർണ്ണിച്ചുകൊണ്ടുണ്ടാവും. പിന്നെ കള്ളിനെ കുറിച്ച് വർണ്ണിക്കും, അതുപോലെ തന്നെ യുദ്ധം, പോര്, അതേപോലെ തന്നെ ശൃംഗാരം, മറ്റു കാര്യങ്ങൾ, അങ്ങനെ വേണ്ടാത്ത എല്ലാ പരിപാടികളും ഒക്കെ അതിനെപ്പറ്റി. അങ്ങനെ കവിതയിൽ ഏറ്റവും പ്രസിദ്ധമായിരുന്ന 6-7 കവിതകൾ ഉണ്ടായിരുന്നു. അൽ മുഅല്ലഖാത്തു സബ്അ്,
7 പ്രസിദ്ധമായ കവിതകൾ ഉണ്ടായിരുന്നു. സമ്മാനം കിട്ടുന്ന മുഅല്ലഖാത്തു സബ്. അറബി കോളേജിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ അത് ഭാഷ പഠിക്കുമ്പോൾ പഠിക്കും. അതിൽ മുഅല്ലഖത്ത് ഇംറുൽ ഖൈസിന്റെ കവിതയുണ്ട്, സുഹൈറിന്റെ കവിതയുണ്ട്, നാബിഗ, ആയിഷ, ലബീദ്, അംർ ഇബ്നു കുൽസൂം, തറഫ, ഇങ്ങനെയുള്ള 6-7 ആളുകൾ സുപ്രസിദ്ധരാണ്. ഇവരൊക്കെ അന്ന് ജീവിച്ചിരിപ്പുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. അവരെയാ അള്ളാന്റെ റസൂൽ എന്ത് ചെയ്യുന്നത്? അതിനാ ഞാൻ അതൊക്കെ പറയുന്നത്, വെല്ലുവിളിക്കുന്നത്. എന്തിന്? ധൈര്യം ഉണ്ടായി കൊണ്ടുവരും. ഇത് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഓതുന്നത് ഫുള്ള് വേണ്ട, ഒരു ചെറിയ സൂറത്ത് കൊണ്ടുവരും. ഇവരെല്ലാവരും കൂടെ ഇരുന്ന് ശ്രമിച്ചൊക്കെ നോക്കി. എന്നിട്ട് ആൾക്കാരെ മുമ്പിൽ ചൊല്ലി നോക്കുമ്പോൾ എല്ലാവരും തലതാഴ്ത്തി പൊട്ടിച്ചിരിച്ചു എന്നാണ്. കാരണം അവർക്ക് തന്നെ മനസ്സിലായി കേൾക്കാൻ കൊള്ളൂല, ഇത് കേൾക്കാൻ കൊള്ളൂല. ഒപ്പിച്ചു വരുത് ഉണ്ടാക്കാനൊക്കെ നോക്കി അവര്, പക്ഷെ നടക്കണില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരെയൊക്കെ വെല്ലുവിളിച്ചു വിശുദ്ധ ഖുർആൻ. എന്നിട്ട് അവർക്കാർക്കും പറ്റിയില്ല. നിമിഷ നേരം കൊണ്ട് വലിയ സാഹിത്യത്തിലുള്ള, അറബി സാഹിത്യത്തിലുള്ള കവിതകൾ. നമ്മളത് അറബി കോളേജിലൊക്കെ നമ്മളത് പഠിക്കാൻ പെടുന്ന പാട്. ഓരോ വരികൾക്കും ഡിക്ഷണറി അടുത്ത് വേണം, അർത്ഥം വെക്കാൻ കഴിയില്ലേ, അത്ര കട്ടി അറബി. അങ്ങനെയുള്ള കവികളെയാണ് വെല്ലുവിളിക്കുന്നത് ഖുർആൻ. കൊണ്ടുവരുന്നടാ, ഇതുപോലത്തെ ഒന്ന് കൊണ്ടുവരും. സാധിച്ചില്ല. ഖുർആൻ തന്നെ പറഞ്ഞു സാധിക്കൂല നിങ്ങളെന്ന് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ. ഖുൽ ഇനി ജിതമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅ്തു ബിമിസ്ലി ഹാദൽ ഖുർആനി ലാ യഅ്തൂന ബിമിസ്ലിഹി വലൗ കാന ബഅദുഹും ലിബഅദിൻ ലഹീറ. എത്രയാൾ ലോകത്ത് മുഴുവൻ ശ്രമിച്ചാലും കൊണ്ടുവരാൻ കഴിയൂല. നമുക്കറിയോ നമ്മുടെ ഖുർആനിന്റെ മഹത്വം എത്രത്തോളം? നമുക്ക് ഖുർആൻ അവിടെ പരിയിലിരിക്കുന്നുണ്ട്, നല്ല കോപ്പി ഉണ്ടാ നമ്മൾ വാങ്ങും. അതിലുള്ളത് ഫീഹി മാ ഫീഹി, അതിലുള്ളത് അതിലുണ്ട്. ഞാനും അതുകൊണ്ട് ബന്ധമൊന്നുമില്ല. റമളാനാവുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നിയെങ്കിൽ ഒന്ന് തുറക്കും, കുറച്ചൊന്ന് ഓതി വെക്കും, അപ്കോട്ടുവായ ഞാൻ മടക്കി വെക്കും ചെയ്യും. എനിക്ക് അതിന് താല്പര്യമില്ല. 90% ആളുകളുടെയും സ്ഥിതി ഇതല്ലേ? അല്ലെങ്കിൽ സ്വന്തത്തോട് ചോദിച്ചു നോക്ക്, ഇന്ന് നിങ്ങൾ എത്ര പേജ് ഖുർആൻ ഓതി? ഈ ഇരിക്കണ ഓരോ ആണും പെണ്ണും സ്വന്തത്തോട് ചോദിക്ക്, ഇന്ന് നിങ്ങൾ വിശുദ്ധ ഖുർആനില്ലെന്ന് എത്ര പേജ് ഖുർആൻ ഓതി, എത്ര പേജ് വായിച്ചു? കുറ്റപ്പെടുത്താനല്ല, നന്നാവാനാ പറയുന്നത്. പറയുന്ന ഞാനും നന്നാവണം, നിങ്ങളും നന്നാവണം. ഇതുകൊണ്ടേ രക്ഷയുള്ളൂ. അതേ അവസരത്തിൽ എത്ര പാട്ടുകൾ കേട്ടു, എത്ര കവിതകൾ കേട്ടു, എത്ര കവിത നമുക്ക് മനഃപ്പാടമുണ്ട്, എത്ര പാട്ടുകൾ നമുക്കറിയാം, എത്ര കോമഡികൾ അറിയാം, എത്രയെത്ര പാട്ടുകൾ പാടുന്നുണ്ട്, അത് കേൾക്കുന്നുണ്ട്, മൂളിപ്പാട്ടുകൾ വരുന്നുണ്ട്. അള്ളാന്റെ ഖുർആനിൽ നിന്ന് എത്ര എണ്ണം ബൈഹാർട്ടാക്കി. സ്വന്തത്തോട് ചോദിക്ക്. ഞാൻ എന്നോട് ചോദിക്കണം, നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം. ഇതല്ലാതെ രക്ഷല്ല. ഹാസിബു ഖബ്ല അൻ തുഹാസബു. വിചാരണ നാള് വരാനുണ്ട്, അതിന്റെ മുമ്പ് സ്വയം ഒന്ന് വിചാരണ നടത്തിക്കോളൂ. സിനു ഖബ്ല അൻ തൂസനു. മഹ്ശറിൽ നിങ്ങളുടെ കർമ്മങ്ങൾ തൂക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. അതിന്റെ മുമ്പ് സ്വയം ഓരോരുത്തരും അവരവർ ചെയ്ത അമലിന്റെ തൂക്കമൊന്ന് നോക്കിക്കോളൂ. നമ്മൾ നോക്കൂ, ഇടക്കിടക്ക് വേമിഷയമ കയറി ഇങ്ങനെ നിന്നിട്ട് നോക്കും, വെയിറ്റ് എത്ര ഉണ്ട്, ബോഡിയുടെ വെയിറ്റാ കൂടിയോ, അല്ലാ കൊഴുപ്പ്, മേധസ്, കൊളസ്ട്രോള്, നടക്കണം, ഓടണം, ചാടണം, തുള്ളണം, പ്രശ്നമാണ്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ. ആത്മീയമായ പുരോഗതിയുടെ തൂക്കം നോക്കാൻ ഇവിടെ ആരുമില്ല. അതിനാർക്കോട്ട് നേരമല്ല. ഇനി ഒരു നേരം സുബഹി നിസ്കരിച്ചില്ലേ, ആ ഒരു ടെൻഷനൊന്നുമല്ല. ഒക്കെ കഴിഞ്ഞു, ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട്. ഇന്നിപ്പോൾ ഒരു നല്ല കാര്യം മുടങ്ങിയോ, അദ്കാറു സബാഹ് ചൊല്ലിയോ, അദ്കാറുൽ മസാഹ് ചൊല്ലിയോ, ഖുർആൻ ഓതിയോ, ദിക്റ് ചൊല്ലിയോ, നിസ്കാരത്തിന്റെ അകത്തും പുറത്തൊക്കെ ഉള്ള ദിക്റുകളെ പറ്റി എനിക്ക് അറിയോ, ഞാൻ പഠിച്ചിട്ടുണ്ടോ, ഞാൻ ചൊല്ലാറുണ്ടോ, അതൊരു വിഷയമല്ല. 100 ദിർഹം നമ്മളെടുത്ത് കളഞ്ഞ് വീണു പോയെങ്കിലോ 45 ദിവസം ഉറങ്ങൂല നമ്മൾ. മനസ്സിനാ ടെൻഷൻ പോവില്ല. 100 ദിർഹമേ പോയി. ഒരു നേരത്തെ നിസ്കാരം കളായാലോ, ഒരു വിഷയമല്ലല്ലോ. ചിന്തിക്കാനാ പറയുന്നത്, ആലോചിക്കാനാ പറയുന്നത്. അതിനാ നമ്മുടെ ക്ലാസ്, നന്നാവാനാ ക്ലാസ്. വെറുതെ ഇങ്ങനെ വന്നിരുന്ന സമയം കളയല്ലേ. അതുകൊണ്ടാണ് എഴുതണം, പഠിക്കണം, ചിന്തിക്കണം എന്നൊക്കെ ഞാൻ എന്നോട് നിങ്ങളോട് ഉണർത്തുന്നത്. ശരി, അപ്പൊ കണ്ടോ, വലിയ കവികളുണ്ടായി ആ കാലഘട്ടത്തിൽ. പക്ഷേ എന്ത് വലിയ കവികളും അറബികളും ഉണ്ടായിട്ടെന്താ കാര്യം? തൗഫീഖ് വേണം, തൗഫീഖ് വേണം.
അറേബ്യൻ സാഹിത്യ കവികളിൽ ഏറ്റവും പ്രസിദ്ധനായിരുന്ന ഒരാളുണ്ട്. ഈ എണ്ണത്തിൽ ഞാൻ നിങ്ങൾക്ക് പേര് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ആയിഷ ഖൈസ്. ആയിഷ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു. അയാൾ വലിയ അപാര കവിതയായിരുന്നു. പക്ഷേ കവിത എഴുത്തൊക്കെ എഴുതുക എന്താണ്? കള്ളിനെ കുറിച്ചും പെണ്ണിനെ കുറിച്ചും ഒക്കെ എഴുതും. പിന്നെ പ്രശംസയാണ്, മദ്ഹാണ്, ഭയങ്കരമായ മദ്ഹ എഴുതും. മദ്ഹാണ് ചൊല്ലിയാൽ ഭയങ്കര എല്ലാവരും കോരിച്ചെരിഞ്ഞ് മൂപ്പർക്ക് പൈസ കൊടുക്കും, ആളങ്ങട്ട് സുഖിപ്പിക്കും, ആണ് കൊടുക്കും മൂപ്പർക്ക്. അത്രയും മദ്ഹ് കാവ്യത്തിൽ വലിയ സുപ്രസിദ്ധനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്തും മൂപ്പര് ജീവിച്ചു. അള്ളാഹിൻ്റെ റസൂലിനെ കുറിച്ച് അറിഞ്ഞു. മുസ്ലിം ആകണം എന്ന് മൂപ്പർക്ക് തോന്നി. മുസ്ലിം ആകാൻ വേണ്ടി മൂപ്പര് പുറപ്പെട്ടു. ആയിഷ മുസ്ലിം ആകാൻ പുറപ്പെട്ടതാ. മുസ്ലിം ആകാൻ പുറപ്പെട്ടു. മദീനത്തേക്ക് പോവുകയാണ്. മദീനത്തേക്ക് പോവുകയാണ്. ഹിജറ 7-ാമത്തെ വർഷമാണ് ഇയാളുടെ മരണം നടക്കുന്നത്. അങ്ങനെ ആ കൊല്ലം ഇയാൾ മദീനത്തേക്ക് പോവുകയാണ്. മദീനത്തേക്ക് പോകുമ്പോൾ ഇയാളെ കുറിച്ച് മുശ്രിക്കീങ്ങൾ അറിഞ്ഞു. അബൂ സുഫിയാൻ അടക്കമുള്ള മുശ്രിക്കീങ്ങൾ അറിഞ്ഞു ആയിഷ പോണുണ്ട്. എവിടേക്ക്? മദീനത്തേക്ക് പോകുന്നുണ്ട്. ആയിഷനെ കുറിച്ച് അറബികൾക്ക് നല്ല പിടിപാടാണ്. ആയിഷെങ്ങാനും ഒരു കവിത ചൊല്ലിയ ആൾക്കാർ പറക്കും. പിന്നെ മുഹമ്മദിൻ്റെ അടുത്തേക്ക് പിടിച്ചാൽ കിട്ടൂല. കാരണം ആരാ ആയിഷ എന്നറിയോ? അക്കാലത്ത് ചെലവാകാത്ത പെൺകുട്ടികളുണ്ടെങ്കിൽ ആയിഷനെ കൊണ്ട് പാട്ട് പാടിക്കലാണ്. ഈ ആയിഷനെ കുറിച്ച് ഞാൻ പറയുന്നത് ചരിത്രം ഇത്തിരി നേരം പറയാണ്. ഈ ആയിഷ അദ്ദേഹത്തിൻ്റെ പിന്നെ കഴിവ് പറയണം. ഒരു പെണ്ണുണ്ടായിരുന്നു, ഒരു മുഹരിഖ് എന്ന് പറഞ്ഞിട്ടൊരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണിന് 8 പെൺമക്കളാണ്. അയാൾക്ക് 8 പെൺമക്കളാണ്. ഈ 8 പെൺമക്കളും ഇതുവരെ കല്യാണം ആലോചിച്ച് കെട്ടിക്കൊണ്ടുപോയിട്ടില്ല. ആള് ഫക്കീറാണ്. കുട്ടികളൊന്നും ചെലവാണില്ല, പെരയിലിരിക്കുകയാണ്. അപ്പോൾ മുഹരിഖിനോട് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, നിങ്ങളെന്താണ് ആയിഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ ആയിഷൻ്റെ അടുത്തൊന്ന് പോയി നോക്കി, നമ്മളെ കുട്ടിനെ കുറിച്ച്, കുട്ടികളെ കുറിച്ച് ഒരു കവിത പറപ്പിച്ചൂടെ? ആയിഷ സമ്മതിച്ചു. ആയിഷ ഉക്കാദ് ബിജന്ന ചന്തയിൽ വെച്ച് ഉഗ്രം പാട്ടാണ് പാടി ഈ 8 പെൺകുട്ടികളെ കുറിച്ച്. ഇതിൽ നിന്ന് ഒരാളെ കല്യാണം കഴിക്കണോ ഭാഗ്യവാനല്ലോടോ എന്ന് ചോദിച്ചു. ഓരോരുത്തരും 8 മക്കളെയും കല്യാണം അവിടെ വെച്ച് നടക്കുകയാണ്. എന്താ അയാളെ നാവിൻ്റെ ഒരു ശക്തി! അതാണ് അയാൾ. മദ്ഹാണ് പറഞ്ഞാൽ പിന്നെ എല്ലാവരും അതിലാണ് വീഴും. അപ്പം പിന്നെയും പല ആൾക്കാരും ചെന്നിട്ടുണ്ട് എന്നാണ്. എന്ത് വിഷയമുണ്ട് മൂപ്പരെ കൊണ്ടൊരു മദ്ഹാണ് പറയിപ്പിച്ചാൽ. അങ്ങനെ ഉണ്ടല്ലോ കുറേ ആൾക്കാരുണ്ട് അങ്ങനെ. ഓലാണ് പറഞ്ഞാൽ പിന്നെ അങ്ങനെ. ഞാൻ ഇപ്പം അതിനാരൊക്കെയെന്ന് പറയണമെന്നില്ല. കുറേ വ്ളോഗർമാരുണ്ട്, ചിലവാത്തതൊക്കെ ചിലവാക്കുക. ഇന്നിപ്പോൾ അങ്ങനെയൊന്ന് കൂട്ടിക്കോളി. ഒരു ടേസ്റ്റും ഇല്ലാത്ത സാധനം ടേസ്റ്റ് നോക്കിയിട്ട് എന്നാണ് പറയും, അതിലാണ് വീഴും. ഇത് നമ്മൾ തിരഞ്ഞു പോവുകയാണ് എവിടെ ലൊക്കേഷൻ. എന്താ അതിൻ്റെയൊക്കെ സംഭവം? എന്താ ആ ഒരു ഇന്നമിനൽ ബയാനിലെ സിഹറാർ, ആ വിശദീകരണത്തിൽ വല്ലാത്തൊരു മാസ്മരികത ഉണ്ട്. അതിലാണ് വീണ് പോവുകയാണ്. സാധാ ചായയാണ്. പക്ഷെ നിങ്ങൾ 2 കിലോമീറ്റർ 4 കിലോമീറ്റർ കാറെടുത്ത് പോയിട്ട് ആ ചായ കുടിക്കും. അപ്പം അതൊക്കെ ഇക്കാലഘട്ടത്തിലേക്ക് യോജിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. എന്തായിരുന്നാലും ഇയാൾ പറയുന്ന വിഷയത്തിൻ്റെ മർമ്മം നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ ഇടയിൽ അത് മറന്നു പോകണ്ട. ആയിഷ മുസ്ലിമാകാൻ വേണ്ടി പോവുകയാണ്. മുസ്ലിമാകാൻ പോകുമ്പോൾ മക്കയിലെ മുശ്രിക്കുകൾക്ക് പിടുത്തം കിട്ടി ആയിഷ പോവുകയാണ്. അവർ അബൂ സുഫിയാനെ നിശ്ചയിച്ചു. മുശ്രിക്കുകളൊക്കെ കൂടി നിങ്ങൾ അയാളോട്ട് പോയി സംസാരിക്കണം. അബൂ സുഫിയാൻ ഇയാളെ വഴിക്ക് വെച്ച് തടഞ്ഞു നിർത്തി. തടയാന്ന് പറഞ്ഞാൽ നല്ല നിലക്ക്. അല്ല നിങ്ങൾ എവിടുക്കാ പോകണമെന്ന് ചോദിച്ചു. ഇതൊക്കെ വിവരറിഞ്ഞ് നിങ്ങൾ എവിടുക്കാ പോകണമെന്ന് ചോദിച്ചു. ഞാൻ മുഹമ്മദിനെ കാണാൻ പോവുകയാണ്, മദീനത്തേക്ക് പോവുകയാണ്, യസ്രിബിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇസ്ലാം സ്വീകരിക്കാൻ, ഇസ്ലാമിനെ കുറിച്ച് വല്ലാതെ കേട്ട് ഞാൻ ഇനിയിപ്പോൾ അതിലേക്ക് പോവുകയാണ്. ഇതുവരെയുള്ള ഇന്നൊക്കെ ഞാൻ ഒഴിവാകാൻ പോവുകയാണ്. പറ്റിയെങ്കിൽ അദ്ദേഹത്തെ പുകഴ്ത്തിയിട്ട് കുറച്ച് പാടണമെന്നുണ്ട് എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പുറപ്പെടുകയാണ്. അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, എവിടുക്കങ്ങളീ പോണത്? നിങ്ങൾക്കറിയോ ആ മനുഷ്യൻ എന്തൊക്കെ ഹറാമാക്കുന്നുണ്ടെന്നറിയോ? അല്ലല്ലാത്തവരാരും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, തൗഹീദ് മാത്രമേ, റബ്ബിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അതിനെനിക്ക് കുഴപ്പമില്ല. ഇനിയിപ്പോൾ എനിക്കെന്താ പ്രശ്നം? അടുത്തത് അബൂ സുഫിയാൻ പറഞ്ഞ് മൂപ്പര് ഈ ചൂതുകളി, പലിശ, അതുപോലെ തന്നെ വ്യഭിചാരം, കള്ള്, ഇതൊക്കെ മൂപ്പര് പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ ചൂതുകളിയിൽ ഇപ്പം എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇതിപ്പോൾ പലിശ എനിക്കതിന് പണ്ടും താല്പര്യമില്ല. പിന്നെ ഇപ്പോൾ വ്യഭിചാരമല്ലേ, കുറേ പ്രായമൊക്കെ അത്ര വലിയൊരിതൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഹംറാണ്. ആ ഹംറാണല്ലേ, എന്നാൽ പിന്നെ പ്രശ്നമാണ്. കള്ളിന് കുടിക്കാതിരിക്കാൻ പറ്റൂല. കള്ള് കുടിക്കാതിരിക്കാൻ എനിക്ക് പറ്റൂല. അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, ഞങ്ങളൊരു കാര്യം ചെയ്തോളി, ഏതായാലും നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങളിപ്പോൾ ഇവിടുന്ന്, ഞങ്ങളിപ്പോൾ മൂപ്പരായിട്ടൊരു കരാറിലാണ്. ഞാൻ പറയല്ലോ ഹുദൈബിയ സന്ധി. അപ്പോൾ ആ ഒരു കരാർ എടുക്കാതെ എത്തുകയെന്ന് അറിയില്ല.
അപ്പോൾ മുഹമ്മദിനാ വിജയം എന്നുണ്ടെങ്കിൽ മുഹമ്മദിൻ്റെ ഒപ്പം നിങ്ങൾ കൂടിക്കോളും. ഞങ്ങൾക്കാ വിജയം എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളിപ്പോൾ മുഹമ്മദിനെ പോയി കണ്ട് ഇസ്ലാം സ്വീകരിക്കുന്നത് വെറുതെയാവും. അപ്പോൾ നിങ്ങളൊരു കൊല്ലം വെയിറ്റ് ചെയ്യും. ഇപ്പം നിങ്ങൾ മടങ്ങിപ്പോകണം. ഇക്കൊല്ലം നിങ്ങൾ എന്ത് ചെയ്യണം? മടങ്ങിപ്പോകണം. പിന്നെ നിങ്ങൾ കവിതയൊക്കെ ചൊല്ലുമ്പോഴും അതുപോലെ തന്നെ നിങ്ങൾക്ക് മതി ചൊല്ലുമ്പോഴൊക്കെ പല ഉദ്ദേശം ഉണ്ടാകും. നല്ലൊരു പണം നിങ്ങൾക്ക് എപ്പോഴും കിട്ടാറുണ്ടല്ലോ. ഒരു 100 ഒട്ടകം നിങ്ങൾക്ക് തരുകയും ചെയ്യാം. നിങ്ങൾ അതുകൊണ്ട് ഇപ്പോൾ തൃപ്തിപ്പെട്ട് മതി. നിങ്ങളെ യമാമയിലേക്ക്, യമാമക്കാരനാ ഇന്നത്തെ സൗദി അറേബ്യയിലുള്ള പിന്നെ റിയാദ് അതിൻ്റെ ഒക്കെ അടുത്തുള്ള സ്ഥലമാണിത് യമാമ. ആ ഭാഗത്ത് ആ പ്രദേശത്തുകാരനാണ്. നിങ്ങളിപ്പോൾ മടങ്ങിപ്പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ ഈ 100 ഒട്ടകത്തെയും വാങ്ങി ഇയാൾ ഒട്ടകപ്പുറത്ത് ഇയാൾ പോവുകയാണ്. പോകുമ്പോൾ നാട്ടിലേക്ക് എത്തിയില്ല. അപ്പോഴേക്ക് ഈ കുതിര ഒട്ടകം നനക്ക് ഉടഞ്ഞു ഇയാളെ പുറത്തേക്കാണ് തള്ളിയിട്ട് കഴുത്തൊടിഞ്ഞു അവിടെ വെച്ചാണ് പണി. അയാൾ വീട്ടിലേക്ക് എത്തിയില്ല. ഈ ചരിത്രത്തിൽ നമുക്കൊരു പാഠല്ലേ? എന്താണ്? ചീത്ത കൂട്ടുകാർ നമ്മളെ നശിപ്പിക്കും. ഇതിപ്പോ ഇയാളുടെ ഒരു കൂട്ടുകാരൻ തന്നെയാണ് അബൂ സുഫിയാൻ. അബൂ സുഫിയാനായിട്ട് നല്ല ബന്ധമാണ്. അരബരൊക്കെ ഒരേ ആശയക്കാരാണ്, ഖുറൈശ് മുശ്രിക്കുകളാണ്. നോക്കൂ നിങ്ങൾ, ദുന്യാവിനോടുള്ള ആർത്തി, 2 കാര്യങ്ങളാണ് ഇപ്പോൾ അയാൾ അവിടെ തകർത്തത്. ഒന്ന് പണത്തോടുള്ള അത്യാർത്തി. 100 ഒട്ടകല്ലേ, അതുകൊണ്ട് കേട്ടപ്പോൾ ഇവരെ കണ്ണ് മഞ്ഞളിച്ചു. പിന്നെ ഈ ചീത്തയായ കൂട്ടുകാരൻ്റെ ഉപദേശവും, ഈ ചീത്തയായ കൂട്ടുകാരൻ്റെ ഉപദേശവും പൈസയും കൂടിയാണ് മനസ്സിലേക്ക് വന്നപ്പോൾ ഹിദായത്തിൽ നിന്ന് അയാളാണ് തെറ്റിപ്പോയി. എന്നിട്ടോ ദുന്യാവ് കിട്ടിയോ? കിട്ടിയില്ല. ആഖിറും പോവുകയും ചെയ്തു. വീട്ടിലെത്തിയില്ല. കുതിരപ്പുറത്തുനിന്ന് ഒട്ടകപ്പുറത്തുനിന്ന് ആൾ വീണ് കഴുത്തൊടിഞ്ഞിട്ട് അയാൾ മരണപ്പെട്ടത്. ആയിഷയുടെ അന്ത്യം. അപ്പം തൗഫീക്ക് വേണം. ഇസ്ലാം സ്വീകരിക്കാൻ അയാൾക്ക് ഭാഗ്യം ഉണ്ടായില്ല. വൈക്കച്ചെന്ന അയാൾക്ക് പ്രലോഭനങ്ങൾ. നമ്മൾ ഓർക്കണം, സത്യം മനസ്സിലായിട്ടും നമ്മൾ പലരുടെയും പ്രലോഭനങ്ങളിൽ വീഴുകയാണ്. നമുക്കറിയാം എന്താ സത്യം. നാട്ടുകാരോട് പറയില്ല, വീട്ടുകാരോട് പറയില്ല, കുടുംബക്കാരോട് പറയൂല. നാട്ടുകാരെ പേടിയാണ്, വീട്ടുകാരെ പേടിയാണ്. എന്താകും എന്താകും എന്താകും, എന്നെ ബഹിഷ്കരിക്കില്ലേ, എന്നെ കൈവടിയില്ലേ, ഞാൻ മരിച്ചാൻ്റെ ഖബർസ്ഥാനിൽ എന്നെ അടക്കൂല എന്നാ പറയണത്. ഒക്കെ ഓരോ 100 കൂട്ടം കാര്യങ്ങൾ. ആ രൂപത്തിൽ മനുഷ്യൻ ഹിദായത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നത് പേടിക്കണം. ഈ ചരിത്രം അതിന് പാഠമാണ്. ഈ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രകാരന്മാരൊക്കെ വ്യത്യസ്തമായ നിലക്ക് അതൊക്കെ റിപ്പോർട്ട് ചെയ്ത് കാണുന്നുണ്ട്. അല്ലാഹു അഅലം. എന്തായാലും അയാൾക്ക് മുസ്ലിമാകാൻ സാധിച്ചില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എത്രത്തോളം പ്രാഗൽഭ്യത അദ്ദേഹത്തിൻ്റെ കവിതയിലും ഭാഷയിലുമൊക്കെ ഉണ്ടായിട്ടും അയാൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല. അതേ അവസരത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വമാ അല്ലംനാഹു അശ്ശിഅറ വമാ യംബഗീ ലഹു എന്നുള്ളത് കൊണ്ട് ഇസ്ലാം കവിത ഹറാമാക്കി എന്ന് വരുമോ? നമ്മൾ പഠിക്കണം. കവിത ഇസ്ലാമിൽ ഹറാമാണോ? കവിത വേറെ, സംഗീതം വേറെ. സംഗീതോപകരണങ്ങൾ, സംഗീതം എന്ന് പറയുന്നതാണ് നമ്മളെ പാട്ടുകൾ, അതേപോലെയുള്ള ഇങ്ങനത്തെ കവിതകളൊക്കെ. സംഗീതോപകരണങ്ങൾ വേറെയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചിലപ്പോൾ ചില കവിതകളൊക്കെ കേട്ടിട്ടുണ്ട്. വല്ലപ്പോഴുമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരവരി ഒരു വരിയൊക്കെ ചൊല്ലിയിട്ടുണ്ട്. പക്ഷെ അതൊരു കവിത ചൊല്ലുക എന്നുള്ള നിലക്കോ പദ്യത്തിൻ്റെ വടി ഒപ്പിച്ച് അതിൻ്റെ പ്രാസൊക്കെ ഒപ്പിച്ച് ആ നിലക്കുള്ളൊരു പാട്ട് പാടുക എന്നുള്ള നിലക്കൊന്നും നിർവഹിച്ചിട്ടില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അരവരി ഒരു വരി പദ്യം ചൊല്ലിയപ്പോൾ അത് ചൊല്ലിയത് ശരിയായില്ല. ശരിയാവാതെ വന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് കേൾക്കുന്നുണ്ട്. കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ അല്ലല്ലോ നബി, അതിലൊരു തെറ്റുണ്ടല്ലോ. എന്നിട്ട് ഇത്ര പറഞ്ഞു, അത് എനിക്കത് അറിയില്ലല്ലോ. അത് കേട്ട ഉടനെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാക്കെന്താ അറിയോ? അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, നിങ്ങൾ അള്ളാഹിൻ്റെ റസൂലാന്ന് ഞാൻ ഒന്നുകൂടെ സാക്ഷ്യം വഹിക്കുന്നു. കാരണം എന്താ? പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? മാ അല്ലമക ശിഅറ വമാ യംബഗീ ലക്. അബൂബക്കർ റളിയല്ലാഹു പറയാണ്, നിങ്ങൾക്ക് അള്ളാഹ് പിന്നെ കവിത പഠിപ്പിച്ചു തന്നിട്ടുമില്ല, നിങ്ങൾക്കത് ചേരൂല്ല. ഈ യാസീൻ ലായത്തിൻ്റെ ആശയാണ് വമാ അല്ലംനാഹു ശിഅറ വമാ യംബഗീ ലഹു. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമയ്യത്ത് ബിൻ അബി സ്വൽത്ത് എന്ന് പറഞ്ഞിട്ടൊരു കവിത ഉണ്ടായിരുന്നു, ഒരു കവി ഉണ്ടായിരുന്നു, ഉമയ്യത്ത് ബിൻ അബി സ്വൽത്ത്. അയാളുടെ നല്ല നല്ല വരികളായിരുന്നു.
പക്ഷെ അയാൾക്കുള്ളൊരു കുഴപ്പം എന്താ അറിയോ, ഓരോരുത്തർക്കും ഓരോ വീക്ക്നെസ് ആണല്ലോ. അയാൾക്കുള്ളൊരു വീക്ക്നെസ് എന്തായിരുന്നു വെച്ചാൽ, അയാളും ഇസ്ലാമികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്തോളം കുറേ കാലത്തൊക്കെ ജീവിച്ച ആൾ തന്നെയാണ്. ഈ ഉമയ്യത്തിന് മുസ്ലിം ആകാൻ ഭാഗ്യം ഉണ്ടായില്ല. കാരണം മൂപ്പര് ഇതിങ്ങനെ പണ്ടേതൊക്കെ ഇങ്ങനെ കേട്ടറിഞ്ഞിരുന്നു, ഒരു നബി വരാനുണ്ട്, ഇങ്ങനെ ഹിജാസിൽ പ്രത്യക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ മൂപ്പര് വിചാരം അത് മൂപ്പരാവുന്നായിരുന്നു. കാരണം അത്ര വലിയ കവിയാണ്, നല്ല കഴിവാണ്, നല്ല ഷായറാണ്, ഒക്കെ ഉണ്ട്. അപ്പോൾ മൂപ്പരിക്കാണത് ഫിറ്റ്. അതുകൊണ്ട് ഞാനാവുമെന്ന് വിചാരിച്ച് നടക്കായിരുന്നു. പക്ഷെ വന്നു നോക്കുമ്പോൾ വേറെ ആളാണ്. അപ്പം മൂപ്പരിക്ക് നബി തങ്ങളോട് അങ്ങേയറ്റത്തെ അസൂയയായി, രോഷമായി, വിദ്വേഷമായി. ചുരുക്കം പറയച്ചാൽ മൂപ്പരെന്ത് ചെയ്തില്ല, മുസ്ലിമായില്ല. പക്ഷെ നല്ല നല്ല കവിതയായിരുന്നു. തൗഹീദ്, ആ പരലോകത്തിന് വിശ്വാസമുള്ളൊരു ആ കാലഘട്ടത്തിലുള്ള ഒരാളായിരുന്നു. വകാന യുഅ്മിനു ബിൽ ബഅസീന് ചരിത്രത്തിൽ കാണാം. പൊതുവേ അറേബ്യൻ മുശ്രിക്കുകളിൽ മഹാഭൂരിപക്ഷവും പരലോകത്തെ എന്ത് ചെയ്തിരുന്നു, നിഷേധിച്ചിരുന്നു. ഒരു ന്യൂനപക്ഷം പരലോകത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളായിരുന്നു ആര്, ഉമയ്യത്ത് ഇബ്നു അബി സൽത്ത്. മൂപ്പര് ഈ നിലക്കതൊക്കെ നല്ല കവിതയായിരുന്നു. അപ്പോൾ നല്ല ആശയങ്ങൾ അതിലിങ്ങനെ കേൾക്കും. അപ്പോൾ ഈ യാത്രക്കടിയിലൊക്കെ ബോറടി മാറ്റാൻ വേണ്ടി ഒരിക്കൽ പിന്നെ മഹാനായ സഹാബി ശുറൈദ് ബിൻ സുവൈദ് സഖഫി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ ഞാൻ നബിതങ്ങളുടെ കൂടെ ഒരു യാത്രയിൽ പ്രവാചകന്റെ വാഹനത്തിന്റെ പിന്നിലിരിക്കുകയായിരുന്നു. നബിയുടെ ഒട്ടകപ്പുറത്ത് അതിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, ശുറൈദേ ഹൽ മഅക മിൻ ശിഅരി ഉമയ്യത്ത് ബിൻ അബി സൽത്ത് ശൈഉൻ, എൻ്റെ അടുക്കൽ ഉമയ്യത്തിന്റെ വല്ല കവിതയും നിനക്കറിയോ, വല്ലതും ഉണ്ടോ, ഒരു വരി എന്ന് കേൾക്കട്ടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ ഉണ്ട്. എന്നിട്ട് വരി പാടിക്കൊടുത്തു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു ഹീ, ഇനിയും ചൊല്ല്. ഫാൻഷത്തു ബൈത്തൻ, ഞാൻ പിന്നെയും പാടിക്കൊടുത്തു. ഫഖാല ഹീ, അറബി പ്രയോഗമാണ്, ഹീ ഇനിയും ചൊല്ല്. സുമ്മാൻഷത്തുഹു ബൈത്തൻ, പിന്നെയും ഞാൻ ചൊല്ലി. പിന്നെയും പറഞ്ഞു എന്നോട് ഇനിയും കേൾക്കട്ടെ. ഹത്താ അൻഷത്തുഹു മിഅത്ത ബൈത്തിൻ, 100 കവിത ഞാൻ ചൊല്ലിക്കൊടുത്തു, 100 വരി കവിത ഞാൻ ചൊല്ലിക്കൊടുത്തു. ഉമയ്യത്തുണ്ടാക്കിയ കവിതയാണ്. കാരണം അതിലൊക്കെ ആശയം വളരെ നല്ല തങ്ക ആശയങ്ങളായിരുന്നു. പക്ഷെ അയാൾക്ക് മുസ്ലിമാൻ തൗഫീഖ് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂല് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, എന്ത് അറിയോ, പിന്നെ അയാളുടെ കവിത മുസ്ലിമായിട്ടുണ്ട്. ഉമയ്യത്ത് മുസ്ലിം ആകാൻ അടുത്തിരുന്നു, പക്ഷെ അയാളെ കവിതക്ക് ഇസ്ലാമൊക്കെ ആയിട്ടുണ്ട്. ഉമയ്യത്തിന് അതിന് ഭാഗ്യം കിട്ടിയില്ല. അത്രക്ക് നല്ല കവിത വരികളായിരുന്നു അദ്ദേഹം പാടിയിരുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അയാൾക്ക് തൗഫീഖ് ഉണ്ടായില്ല. അപ്പൊ തൗഫീഖ് എന്താണ്, അള്ളാഹ് കൊടുക്കണേ. അള്ളാന്റെ ഒരു തൗഫീഖ് കിട്ടിയെങ്കിലല്ലേ ഈ പ്രകാശം കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് കാദ ഉമയ്യത്ത് ബിൻ അബി സൽത്ത് അൻ യുസ്ലിമ, ഉമയ്യത്ത് ബിൻ അബി സൽത്ത് മുസ്ലിമാകാൻ അടുത്തിരുന്നു, പക്ഷേ തൗഫീഖ് ഉണ്ടായില്ല. ഇത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. അപ്പൊ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അതേ അവസരത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ലബീദ് ഇബ്നു റബീഅയുടെ കവിത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതും ഒരരവരി ഒരിക്കൽ പറയേണ്ടായി. അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാത്തിലു, അല്ലാഹ് അല്ലാത്തതൊക്കെ ഇവിടെ നശിച്ചു പോണതാണ് എന്നൊരു വരി ഉണ്ടായില്ല. അത് മാത്രമൊന്നുമല്ല, വേറെ നല്ല നല്ല വരികളുണ്ട്. അപ്പം ആ വരി അതൊക്കെ ഇസ്ലാം ആകിണീൻ്റെ മുമ്പ് തന്നെ മൂപ്പര് എഴുതിയതാണ്. ആര്, ലബീദ്. കേട്ടോ, അടുത്ത കവിയുടെ പേരാ പറയണേ, ലബീദ് ബിന് റബീഅ എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ ഈ മുഅല്ലഖയുടെ ആൾക്കാരിലൊരു ലബീദ് ഉണ്ടായിരുന്നു. അദ്ദേഹം നല്ല കവിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് തൗഫീഖ് ഉണ്ടായി, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ലബീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കവിത എല്ലാവരും ഒരിക്കൽ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം വരെയൊക്കെ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഒരിക്കൽ ലബീദിനോട് ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിച്ചു, ലബീദ്, നിങ്ങളെ പാട്ട്, നിങ്ങളുടെ കവിത വല്ലാത്ത കവിതയാണല്ലോ, ഇസ്ലാം ആയതിന്റെ ശേഷം നിങ്ങൾ എഴുതിയ വല്ല കവിതയും ഉണ്ടെങ്കിൽ ഒന്ന് കേൾപ്പിച്ചു തരൂ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖദ് അബ്ദലനി അല്ലാഹു ബിശ്ശിഅരി സൂറത്തുൽ ബഖറ. അൽ ബഖറ, ആൽ ഇംറാനൊക്കെ ഓതി കേൾപ്പിക്കണേ. എന്നിട്ട് പറഞ്ഞു, ഞാനതൊക്കെ നിർത്തി. ഇസ്ലാം ആണിൻ്റെ മുമ്പ് എനിക്കതൊക്കെ വലിയ ഹരമായിരുന്നു. ഇസ്ലാം ആയതിൻ്റെ ശേഷം ഇതിനേക്കാൾ മനോഹരമായ മറ്റൊന്നും എനിക്ക് പറ്റണില്ല. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കി കേട്ടോളി എന്നിട്ട് അൽ ബഖറ സൂറത്താണ് ഓതി കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. ചരിത്രം പാഠം ഉൾക്കൊള്ളണം. നമ്മളെ കൂട്ടത്തിലുണ്ടാവും കുറേ ആൾക്കാർ പണ്ട് കുറേ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും, മ്യൂസിക് കേട്ടിട്ടുണ്ടാവും, സംഗീതത്തിലൊക്കെ ഭയങ്കര തരിപ്പ് കയറിയിട്ടുണ്ടാവും, നിന്ന് തുള്ളിയിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെയൊക്കെ ഗൗരവം അറിഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ ഇതിൽ നിന്ന് നമ്മൾ പതുക്കെയാണ് മാറുക. ഇവിടെ നോക്കൂ നിങ്ങൾ, അദ്ദേഹം പറയണ മുസ്ലിമായതിൻ്റെ ശേഷം പിന്നെ ഞാൻ അയിമൽക്ക് വല്ലാതെ കണ്ട് തല കൊടുത്തിട്ടില്ല. തെറ്റായിട്ടല്ല, പിന്നെ എനിക്കതിന് തോന്നിയിട്ടില്ല. കാരണം അവർക്കൊക്കെ ഇതിൻ്റെ ആ സാഹിത്യവും കാര്യം, അറബി ഭാഷ സാഹിത്യമൊക്കെ നന്നായിട്ട് ഇങ്ങനെ തലയിൽ കയറ്റിയ ആൾക്കാരാണ്. ഇതെന്ത് ഈ കവിത എവിടെ കിടക്കുന്നു, ഇത് എവിടെ കിടക്കുന്നു, ഇത് അതിനേക്കാളൊക്കെ മികച്ചു നിൽക്കുന്നതല്ലേ. അതാണ് അറേബ്യൻ സാഹിത്യ സാമ്രാട്ടുക്കൾക്ക് പോലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒന്നും കുറ്റം പറയലായിട്ട് ഒരുപാട് ആലോചിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. വലീദിന്റെ ചരിത്രത്തിൽ കാണൂലേ, ഖുർആൻ കേട്ട് കഴിഞ്ഞപ്പോഴേ എന്താ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ മൂപ്പരിക്ക് കവിതയാണോ എന്ന് ചോദിച്ചു. കവിതയെന്ന് പറയാൻ പറ്റൂല അതിനെക്കുറിച്ച്. ഖുർആനെ കുറിച്ച് ഖുർആൻ കേട്ട അയാളുടെ പ്രതികരണമാണ്, കവിതയെന്ന് പറയാൻ പറ്റൂല. പിന്നെന്താ, അതുപോലെ സിഹറാണ്, അതൊന്നുമല്ല, ഒക്കെ കലക്കി കുടിച്ച ആളാണ്, എല്ലാ കഴിവുള്ള ആളാണ് അയാൾ പറയും. അവസാനം ഇനിയിപ്പോൾ എന്താ പറയാ അയാൾ അവസാനം പിന്നെ സിഹറാണ് എന്നുള്ളടത്ത് കണ്ട് എത്തിക്കുകയാണ്. എങ്ങനെയൊക്കെയോ വളഞ്ഞ് തിരിഞ്ഞ് പിടിച്ചിട്ട് ഇന്നഹു, ഖുർആൻ പറയേണ്ടത് ഇന്നഹു ഫക്കറ വഖദ്ദർ ഫഖുതില കൈഫ ഖദ്ദർ സുമ്മ ഖുതില കൈഫ ഖദ്ദർ സുമ്മ നളർ സുമ്മ അബസ വസ്തക്ബർ ഫഖാല ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുഅ്സർ ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ. അവസാനം മൂപ്പർ ആദ്യം സിഹറല്ല, കവിതയല്ല, ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അവസാനം ഒന്നും പറയാൻ കിട്ടുന്നില്ല. അവസാനം പറയും ഇത് സിഹറാണ്. മൂപ്പർക്ക് വിശ്വസിക്കാൻ തയ്യാറില്ല. അങ്ങനെയാണ് ശത്രുവിനെ കൊണ്ടുപോലും ഇതിനെ മനസ്സറിഞ്ഞിട്ട്, മനസ്സ് തെറ്റാൽ എന്തെങ്കിലും പറയാന്നല്ലാതെ മനസ്സറിഞ്ഞിട്ടൊരു വിവരമുള്ള ഒരുത്തന് ഖുർആനെ വിമർശിക്കാൻ കഴിയൂല. നോക്കൂ നിങ്ങൾ, ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അപ്പം നമ്മൾ ഈ കവിത അങ്ങനെ കേൾക്കുന്നതിന് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കേൾക്കുന്നതോ അല്ലെങ്കിൽ കവിത ചൊല്ലുന്നതോ കവിത പാരായണം ചെയ്യുന്നതോ ഒന്നും ഇസ്ലാമിൽ എന്തല്ല, തെറ്റല്ല. അല്ലാഹുവിൻ്റെ റസൂല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈൻ യുദ്ധത്തിൻ്റെ അവസരത്തിൽ 2 വരികൾ പറഞ്ഞു. അത് കവിതയച്ചിട്ട് നബി ചൊല്ലിയതൊന്നുമല്ല, പക്ഷെ അറബി ഭാഷയുടെ ആളുകൾക്കൊക്കെ അത് തോന്നി നല്ല പ്രാസമുള്ള വരികളാണ്, അതിന് കവിതയാണ്. കവിതയും ഈ വാക്കുമായിട്ട് ഒത്തുവന്നതാണ്, അതല്ലാതെ റസൂലുള്ളാഹി അത് പറഞ്ഞതല്ല. അനന്നബിയു ലാ കദിബ് അനബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ നബിയാണ് കൂട്ടരെ, കള്ളം പറയല്ലേ, ഞാൻ നബിയാണ്. അനബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാ. അനബ്നുൽ അവാത്തിക്, ഞാൻ ആത്തിക്കമാരുടെ മോനാ. എന്താ പറഞ്ഞതൊക്കെ? ഹുനൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലമാണ്. ഹുനൈൻ യുദ്ധം എന്ന് പറഞ്ഞാൽ മറ്റ് സാധാരണ യുദ്ധങ്ങളെ പോലെയല്ല. മക്കം ഫതഹിന്റെ ഒക്കെ ശേഷം ഒരുപാട് ആള് പങ്കെടുത്ത യുദ്ധമാണ് ഹുനൈൻ യുദ്ധം. വമ്പിച്ച ജനങ്ങളായിരുന്നു, 10,000-ലേറെയും 12,000 ജനങ്ങളൊക്കെയാണ് റസൂലുള്ളാഹിന്റെ കൂടെ. അപ്പുറത്ത് മഹാസൈന്യം വേറുണ്ട്, ശത്രുക്കൾ. പക്ഷേ ബദറിനൊക്കെ അപേക്ഷിച്ച് നബിതങ്ങളുടെ കൂടെ പുറപ്പെട്ട മുസ്ലിമീങ്ങൾ 10,000-ലേറെയാണ്. ഹുനൈൻ യുദ്ധം ചരിത്രം പഠിക്കണം, ഇടക്കിടക്ക് കേൾക്കണം. ആ ഹുനൈൻ യുദ്ധത്തിൽ ആദ്യഗതിയിൽ മുസ്ലിമീങ്ങൾക്ക് തോൽവി ഉണ്ടായത്. എന്താ കാരണം? അന്ന് എല്ലാവർക്കും തോന്നി, എല്ലാവരും ഉറച്ചോരല്ല, കുറേ ആൾക്കാർ മക്കം ഫതഹിന്റെ ശേഷം ഇസ്ലാമിൽ ഇങ്ങനെയാണ് കൂടിയ പുതു മുസ്ലിമീങ്ങളും ഉണ്ട്, കുറേ ആൾക്കാരുണ്ട്, അവിടെ ഉറച്ചിട്ടില്ല. എന്നാൽ നല്ല വിശ്വാസമുള്ള നമ്മളെ സഹാബിമാർ ധാരാളമുണ്ട്. അപ്പം യുദ്ധത്തിൻ്റെ ആദ്യഗതിയിൽ പലരുടെ കയ്യിലും ആയുധങ്ങളൊന്നുമില്ല, വേണ്ടമാതിരി ആയുധമൊന്നുമില്ലാതെ കുറേ ചെറുപ്പക്കാർ കയറിയിട്ടുണ്ട്, മുന്നൊരുക്കമൊന്നും നടത്തിയിട്ടില്ല. നമ്മൾ ഇത്രയും ആളില്ലേ എന്നാണ് പറഞ്ഞത്. ഇനി ആളെ കുറവുണ്ടായിട്ട് നമ്മൾ തോൽക്കേണ്ടി വരില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ അതിനായിട്ട് ആക്ഷേപിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, ഹുനൈനിൽ എന്താ സംഭവിച്ചത് ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഇത് അഅ്ജബതുക്കും കസറതുക്കും, നിങ്ങളുടെ സംഖ്യാധിക്യം നിങ്ങളെ വല്ലാതെ ഒന്ന് അഹങ്കരിപ്പിച്ചൂലേ. നമ്മളെ ജയിക്കാൻ ആർക്കും പറ്റൂല നിങ്ങൾക്ക് തോന്നിയില്ലേ അന്ന് ആൾപ്പെരുപ്പം കണ്ടിട്ട്? ആ ആൾപ്പെരുപ്പത്തിൻ്റെ ചിന്ത ഉണ്ടായപ്പോൾ അള്ളാഹ് യുദ്ധത്തിൻ്റെ ആദ്യഗതിയിൽ തോൽപ്പിച്ചു. കാരണം മറ്റോരടുത്ത് നല്ല ആയുധങ്ങളുണ്ട്, ആയുധമുള്ള ആൾക്കാർ ആയുധമില്ലാത്തവരെങ്ങനെ അമ്പ ചെയ്ത് വീഴ്ത്തണ കാഴ്ച കണ്ടപ്പോൾ ആൾക്കാരൊക്കെ കൂടി ഇങ്ങോട്ട് ഓടി നബിതങ്ങളുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ തൻ്റെ ആ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ ഇരുന്ന് യുദ്ധം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴത്തേക്ക് ഇറങ്ങിയിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം വിളിച്ച് പറഞ്ഞതാ, ആരാ ഇവിടുന്ന് ഓടുക? ഞാൻ നബിയാ, ഇവിടുന്ന് ഓട്, ഇവിടുന്ന് പരാജയപ്പെട്ടു പോവുക, ഇവിടുന്ന് പേടിച്ചോട്. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? നമ്മളങ്ങനെ ചെയ്യോ? നമുക്കങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഞാൻ ചെയ്യൂല, ആരും ചെയ്യൂലല്ലോ. അനൻ നബിയു ലാ കദിബ്, ഞാൻ നബിയാ, ഇത് നുണയല്ല. അനബിന് അബ്ദുൽ മുത്തലിബ്, വീറും വാശിയും ധൈര്യം ഉണ്ടായിരുന്ന അബ്ദുൽ മുത്തലിബിന്റെ കുട്ടിയാ ഞാൻ.
അത് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പിൽക്കാലത്ത് പറഞ്ഞു നല്ലൊരു കവിതക്ക് യോജിക്കുന്ന വരിയായിരുന്നു. നബി കവിതയല്ലേ, അതൊന്നല്ല. താൻ്റെ റസൂൽ അവിടുത്തെ സത്യം വിളിച്ചു പറഞ്ഞാൽ ധൈര്യം വീണ്ടെടുക്കുകയാണ്, ജനങ്ങളെ ധൈര്യവാന്മാരാക്കുകയാണ്. ഞാൻ നബിയാണ്, ഞാൻ അബ്ദുൽ മുത്തലിബിനെ പോലെ പേടിച്ചോടുന്ന ആളല്ല. എല്ലാവരും അടങ്ങി. നബി അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, റബ്ബേ നീ ഞങ്ങളെ സഹായിക്കണേ. ആ യുദ്ധം ജയിച്ചു. ഹുനൈൻ യുദ്ധം പിന്നെ മുസ്ലിമീങ്ങൾ ജയിച്ചു എന്ന് മാത്രമല്ല, മറ്റ് യുദ്ധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ധാരാളക്കണക്കിന് ഗനീമത്ത് സ്വത്ത് കിട്ടിയ യുദ്ധമായിരുന്നു ഏത്? ഹുനൈന്. ഹുനൈനിൽ നിന്നാണ് ധാരാളം ശത്രുക്കൾ വിട്ടേച്ചു പോയ മുതൽ ഓരിയക്കാം യുദ്ധത്തിന് പങ്കെടുത്ത ആൾക്കാർക്ക് പറ്റിയത്. അപ്പം ആദ്യഗതി പരാജയം ഉണ്ടായി. എന്താ കാരണം? ഇത്തിരി ഒരു കിബിറ് തോന്നി ചില ആൾക്കാർക്ക്. എന്ത്, നമ്മൾ ഒരുപാട് ആളുണ്ട്, അപ്പം ആളും ബലവും ഉണ്ടായിട്ടൊന്നും ആരും അഹങ്കരിക്കരുത്, അതുകൊണ്ടൊന്നും സഹായം കിട്ടൂല. അത് നമ്മൾ പഠിച്ചു വെച്ചോളൂ. ആൾബലം ഉണ്ടായിട്ട് രക്ഷപ്പെടുന്ന വിചാരിച്ചതാ ഹുനൈനിൽ പറ്റിയത്. ഉഹദിൽ പറ്റിയതെന്താ? നേതാവിനെ അനുസരിച്ചില്ല, അച്ചടക്കം പാലിച്ചില്ല. അതാ ഉഹദിൽ തോറ്റത്. ഹുനൈനിൽ ആദ്യ ഭാഗം, ഉഹദിൽ ആദ്യ ഭാഗത്ത് വിജയായിരുന്നു, പക്ഷെ പിന്നീട് പരാജയപ്പെട്ടു. 70ഓളം ആളുകൾ ഷഹീദുകളായി റളിയല്ലാഹു അൻഹു. ഹുനൈനിൽ ആദ്യ ഭാഗത്ത് പരാജയമുണ്ടായി, പക്ഷേ പിന്നീട് അള്ളാഹിന്റെ റസൂലിന്റെ വാചകങ്ങൾക്ക് മുമ്പിൽ അവർ ഒറ്റക്കെട്ടായി നിന്നു, പോരാടി, പൊരിഞ്ഞ യുദ്ധം. ശത്രു എല്ലാം അട്ടേച്ചോടിപ്പോയി. അവരുടെ സമ്പത്ത് മുഴുവനും ആർക്ക് കിട്ടി? മുസ്ലിമീങ്ങൾക്ക് കിട്ടി. അതാ ഹുനൈന് യുദ്ധത്തിൽ കിട്ടിയ അത്ര ഗനീമത്ത് വേറെ യുദ്ധത്തിൽ കിട്ടിയിട്ടുണ്ടാവില്ല. ആ പാഠങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. നമ്മൾ ഒരുപാട് ആളുണ്ട് എന്ന് വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. ആൾബലം കൊണ്ടൊന്നും അള്ളാഹിന്റെ സഹായം ഉണ്ടാവില്ല. ഖുർആൻ തന്നെ ചോദിച്ചതെന്താ? അങ്ങനെയാണെങ്കിൽ ബദറിൽ ആരാ ജയിക്കേണ്ടത്? മുശ്രിക്കുകൾ. ബദറിൽ അന്ന് എത്ര ആളാണ്? 320ഓളം ആൾക്കാരല്ലേ. ബദർ യുദ്ധത്തിൽ അപ്പുറത്തോ 1000ഓളം. എന്നിട്ട് ആരാ ജയിച്ചത്? ആരാ ജയിച്ചത്? ബദറിൽ മുസ്ലിമീങ്ങള്, അവരുടെ 1/3 ആൾക്കാര്. ഖുർആൻ ചോദിച്ചില്ലേ, കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅതൻ കസീറതൻ ബിഇദ്നില്ലാഹ്. എത്രയെത്ര കൊച്ചു സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങളെ തോൽപ്പിച്ചത് അള്ളാഹുവിന്റെ അനുമതി ഒന്നുകൊണ്ട് മാത്രം. റബ്ബിന്റെ തൗഫീഖ് അവിടെ ആവശ്യം. ന്യൂനപക്ഷായിച്ചിട്ട് അള്ളാഹ് പരാജയമൊന്നും തരൂല. ന്യൂനതയുള്ള പക്ഷമായ പരാജയം ഉണ്ടാവും. നമുക്ക് ന്യൂനത ഉണ്ടാവരുത്. ന്യൂനപക്ഷം ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ന്യൂനത ഉള്ള പക്ഷമാവാൻ ഞാൻ മതി, റബ്ബിന്റെ സഹായം ഉണ്ടാവും. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. പണം കൊണ്ടും ആൾബലം കൊണ്ടും ഒന്നും അള്ളാഹിന്റെ സഹായം ഉണ്ടാവില്ല. അള്ളാഹിന്റെ സഹായം ആർക്കേ ഉണ്ടാവുള്ളൂ? മുഅ്മിനീങ്ങൾക്കേ ഉണ്ടാവുള്ളൂ. വിശ്വാസമുണ്ടോ? വലാ തഹിനൂ വലാ തഹ്സനൂ അൻതുമുൽ അഅ്ലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ നിന്ദ്യരാവേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾക്ക് തന്നെയാണ് ഔന്നത്യം ലഭിക്കുക. എന്താണ് കണ്ടീഷൻ? ഇൻ കുൻതും മുഅ്മിനീൻ. വിശ്വാസികളാണോ നിങ്ങൾക്കാണ് വിജയം. അവിടെ ആൾപ്പെരുപ്പവും സംഖ്യാബലവും ഇതൊന്നുമല്ല. അപ്പം എന്താ നമ്മൾ പറഞ്ഞു വന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈനിൽ അങ്ങനെ. അതുപോലെ തന്നെ ഖന്തക്ക് കടന്നു കുഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് ചില വരികൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു കവിതയുടെ എല്ലാതും ഒത്തിട്ടുള്ള നിയമമൊന്നുമല്ല. സഹാബിമാരും ഇങ്ങനെ ഏറ്റു ചൊല്ലിയിരുന്നു. അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈന വലാ തസദ്ദഖ്നാ വലാ സല്ലൈന فأنزلا سكينة علينا وثبت الأقدام إن لاقينا والمشركون قد بغوا علينا وإن أرادوا فتنة أبينا. നബി അവസാനത്തെ വാചകത്വം അങ്ങനെ ആവർത്തിക്കും. അബൈന അബൈന അബൈന, വിട്ടുതരൂല, സമ്മതിക്കൂല, ഞങ്ങൾ സമ്മതിക്കൂല കുഫറിനെ. അല്ലാഹുവേ, നീ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിസ്കാരമില്ല, നോമ്പില്ല, ഒരു കാര്യങ്ങളുമില്ല. നീ ഞങ്ങൾക്ക് സഹായം തരണേ, ഞങ്ങളെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തണേ എന്നൊക്കെയാണ് ആ വാചകങ്ങളിലുള്ളത്. അതേപോലെ തന്നെ ഫഗ്ഫിർലിൽ അൻസാരി വൽ മുഹാജിറ, മുഹാജിരിങ്ങൾക്കും അൻസാറുകൾക്കും നീ പുറത്തു കൊടുക്കണേ എന്ന് ഹന്തക്കിലെ കടങ്ങനെ കൊഴിച്ച് മണ്ണ് വാരി ഇങ്ങനെ ചട്ടിയിലാക്കി കൊണ്ടുപോകുന്ന നേരത്തൊക്കെ അവരെ. അപ്പോൾ സഹാബിമാർ തിരിച്ചും അതിനിങ്ങനെ പറഞ്ഞു, ഹനുല്ലദീന ബായഉ മുഹമ്മദ അലൽ ജിഹാദി മാ ബഖീന അബദ. ഞങ്ങൾ ഈ ജിഹാദിന് ഞങ്ങൾ ഒരിക്കലും പുറകോട്ട് പോകില്ല എന്നൊക്കെ യുദ്ധത്തിൻ്റെ സമയത്തും ഒക്കെ കേവലം ചില നല്ല നല്ല വരികൾ അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്നുണ്ടായിട്ടുണ്ട്. അപ്പം അതൊന്നും അത് കവിത ചൊല്ലണച്ചിട്ടോ അല്ലെങ്കിൽ പാട്ടുപാടുന്ന ഇമ്പത്തിനോ ഒന്നും ചെയ്തതല്ല.
അതേ അവസരത്തിൽ ഇനി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ഹദീസിൽ കാണാം, ഒരു ഹദീസല്ല ധാരാളം ഹദീസുകളുണ്ട്. ലാൻ യംതലിയ ജൗഫു അഹദിക്കും ഖൈഹൻ ഖൈറുൽ ലഹു മിൻ അൻ യംതലി അശ്ഇറാ. നിങ്ങളിൽ ഒരാളുടെ ഉള്ളിൽ ചീഞ്ചലം നിറയുന്നതാണ് നല്ലത് അവന്റെ ഉള്ളിൽ കവിത നിറയുന്നതിനേക്കാൾ. ഒരാളുടെ ഉള്ളിൽ കവിത നിറച്ചു വെക്കുന്നതിനേക്കാണ് അയാൾക്ക് ഏറ്റവും നല്ല എന്താണ്? ചീഞ്ചലം അയാളുടെ ഉള്ളിൽ നിറക്കലാണ്. അഴുകിയ വ്രണങ്ങളിൽ നിന്ന് ഒലിക്കുന്ന ചലത്തിനാണെന്ന് പറയാം ഖൈഹ് എന്ന് പറയാം. അത് വാരി കുടിക്കലാണ് കവിത വാരി മൂന്നതിനേക്കാണ് ഖൈറ് എന്ന അർത്ഥത്തിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ ഉദ്ദേശിക്കുന്നത് ഹിയമായ ജിത്തമെഴു, കൃത്യമായിട്ട് തന്നെ അവിടെ അത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഈ എതിർത്ത കവിത ഏതാണ്? അവിടുന്ന് എതിർത്ത കവിത ഖുർആനിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന കവിതകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന കവിതകൾ, അതുപോലെ തന്നെ മറ്റുള്ളവരെ ചീത്ത വിളിക്കുക, തെറി വിളിക്കുക, സ്ത്രീ വർണ്ണന നടത്തുക, മദ്യത്തെ വർണ്ണിക്കുക, മോശപ്പെട്ട കാര്യങ്ങൾ പറയുക, അതുപോലെ തന്നെ ശൃംഗാരകാവ്യങ്ങൾ പറയുക, കാമുകയെ വർണ്ണിക്കുക പോലെയുള്ള തോന്നിവാസങ്ങൾ ഉള്ള കവിതകളെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് ചെയ്തത്? ഈ ഉദ്ദേശിച്ചത്. കാരണം ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു നബിതങ്ങളുടെ ഷായിറായിട്ട് അറിയപ്പെട്ടിരുന്ന ആളാണ്. ഹസ്സാൻ റളിയല്ലാഹു അൻഹു ജാഹിലിയത്തിലും ജീവിച്ച ആളാണ്, നല്ല കവിയായിരുന്നു. പക്ഷെ അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തി. അറബികൾ കവിതയിലൂടെ മുസ്തഫയായും ഇസ്ലാമിനെയും ആക്ഷേപിക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറയും ഊഹുജുഹും, മറുപടി കൊടുക്ക് ഹസ്സാനെ, തിരിച്ചങ്ങോട്ട് മറുപടി കൊടുക്ക്. ഖുറൈശികൾ പറഞ്ഞതിനേക്കാൾ നല്ല ഇരട്ടി രൂപത്തിൽ അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ ചാട്ടുളി പോലെ കൊല്ലണ വരികളായിരുന്നു ഹസ്സാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തിരുന്നത്. ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹു ആ സമയത്ത് അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാണ്. പള്ളിയിൽ വെച്ച് തന്നെ അതിന് മിമ്പർ ഒരുക്കി കൊടുക്കുകയാണ്, മറുപടി കൊടുക്ക്. മാത്രമല്ല ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്തു, അയ്യദകല്ലാഹു ബിറൂഹിൽ ഖുദുസ്, ജിബ്രീലിനെ കൊണ്ട് അള്ളാഹു നിനക്ക് ശക്തി തരട്ടെ. ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കവിതയുടെ ചാട്ടുളി പോലത്തെ പ്രയോഗമായിരുന്നു. അള്ളാഹിൻ്റെ റസൂലിനെ ഇസ്ലാമിനെ ആക്ഷേപിച്ചുകൊണ്ട് പാടിയവർക്കെതിരെ കവിതയിലൂടെ ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹു തിരിച്ചു മറുപടി കൊടുത്തു. അപ്പൊ ഇസ്ലാമികമായിട്ട് കവിതയെ ഇസ്ലാം മൊത്തം വിരോധിച്ചിട്ടില്ല. മറിച്ച് തോന്നിവാസികളായ ആളുകൾ രചിക്കുന്ന തോന്നിയാസത്തിന്റെ കവിത ഉണ്ടല്ലോ, ഇന്നിപ്പോൾ കേൾക്കുന്നതൊക്കെ എന്ന് പറയാം, 99.4 മുണ്ടാണി ശതമാനം അങ്ങനെയാണ് പറയാം. നമ്മൾ എല്ലാം തോന്നിയാസാണ്, അതിനെ മാർക്കറ്റുള്ളൂ. നല്ലൊരു കവിത ആരും കേൾക്കാനുണ്ടാവില്ല. മ്യൂസിക് ഇല്ലാത്ത കവിതയും കേൾക്കാൻ പറ്റൂല, മ്യൂസിക് വേണം. ഇനി മ്യൂസിക് ഇല്ലാത്തതാണെങ്കിലും കേൾക്കൂല. അത് കേൾക്കും എപ്പോൾ അതിൽ തെറിയാണെങ്കിൽ, തെറിയും നല്ല ശ്രീശരീര വർണ്ണനയും തോന്നിയാസങ്ങളൊക്കെ ആണെങ്കിൽ. കാരണം കവിതകളെ അന്നലക്കുള്ള കവിതകളുടെ പിന്നാലെയാണ് തെമ്മാടികൾ പിന്നാലെ കൂടുക. അതാണ് സൂറത്ത് ശുഅറാഇന്റെ അവസാന ഭാഗത്ത് പറയുന്നത്. അതുകൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വശ്ശുഅറാഉ യത്തബിഉഹുമുൽ ഗാവൂൻ അലം തറ അന്നഹും ഫീ കുല്ലി വാദിൻ യഹീമൂൻ വഅന്നഹും യഖൂലൂന മാ ലാ യഫ്അലൂൻ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വദക്കറുല്ലാഹ കസീറാ. സൂറത്തു ശുഅറാ 224 മുതൽക്ക് 227 വരെയുള്ള 3 ആയത്തുകൾ. എന്താ അവിടെ പറയുന്നത്? തീർച്ചയായും കവികൾ അവരെ പിന്തുടരുക ആരാണ്? തെമ്മാടികളാണ്. എന്താ കാരണം? അവര് ചെയ്യാത്തതാ അവര് പറയാ. വളരെ ക്ലിയർ അല്ലേ? ഏത് കവിത എടുത്തൊക്കെ അയാൾക്ക് അതിനോടൊരു ബന്ധം ഉണ്ടാവില്ല. അവൻ പറയാത്തതാണോ പറയുന്ന, ഓനക്ക് യാതൊരു ബന്ധമില്ലാത്തതൊക്കെ അങ്ങനെ പാടും. നല്ലതും ഉണ്ടാവും, ചിലപ്പോൾ അതിൽ ചീത്തയുണ്ടാവും, എല്ലാം ഉണ്ടാവും. അവനായിട്ട് അതൊരു ബന്ധമൊന്നും ഉണ്ടാവില്ല. ചെയ്യാത്തത് കുറേ പറയയില്. അതേപോലെ തന്നെ അലം തറ അന്നഹും ഫീ കുല്ലി വാദി യഹീമൂൻ എന്നാണ്. അവരെല്ലാ മേച്ചിൽപ്പുറങ്ങളിലൂടെയും കയറി ഞരങ്ങണവരാണ്. അവരെല്ലാ മേച്ചിൽപ്പുറങ്ങളിലൂടെയും കയറി നിരങ്ങുന്നവരാണ്. അലം തറ അന്നഹും ഫീ കുല്ലി വാദിൻ യഹീമൂൻ എന്ന് പറഞ്ഞാൽ അവർക്ക് വിഷയീഭവിക്കാത്തൊരു കാര്യം ഉണ്ടാവില്ല. എന്ത് തെറിയും പാടും, എന്ത് തോന്നിയാസവും പറയും. അതാണ് അവരുടെ സ്വഭാവം. എന്നാൽ എല്ലാവരും അങ്ങനെയാണോ? ഇനി അതിന്ന് കുറച്ച് ആൾക്കാർ ഒഴിവാക്കി. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വദക്കറുല്ലാഹ കസീറാ. സത്യവിശ്വാസികളായ ആളുകളുണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട്,
അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവരുമുണ്ട്, അവരൊഴികെ. അങ്ങനത്തെ കവികൾ ഇതിൽ നിന്ന് ഒഴിവാണ്. അവരുടെ കവിത അനുവദനീയ, അവരുടെ കവിത കേൾക്കുകയും ചെയ്യാം, അത് ചൊല്ലുകയും ചെയ്യാം, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പം ഇസ്ലാം കവിതയുമായുള്ള നിലപാടെന്താണ് എന്ന് ക്ലിയർ ആയില്ലേ? അൽഹംദുലില്ലാഹ്. അപ്പോൾ പിന്നെ ഈ ആയത്തിലുണ്ടാകാവുന്ന വസ്വാസ് തീരാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. വമാ അല്ലംനാഹു ശിഅറ വമാ യംബഗി ലഹു. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അള്ളാഹ് വിശദീകരിക്കാം. റഹ്മാനായ റബ്ബ് നാഫിയായ ഇൽമ നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പാപങ്ങളും അപാകതകളും പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് പരിപൂർണമായും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.